നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കെ മുരളീധരൻ, കോൺഗ്രസ്സുകാരനായ കെ മുരളീധരൻ പറഞ്ഞത് തന്നെയാവും സാധാരണ കോൺഗ്രസ്സുകാർക്കും അവരുടെ മുതിർന്ന നേതാക്കളോട് പറയാനുണ്ടാവുക. വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുതെന്ന്. കേരളത്തിൽ ഫലം വന്നില്ല, വോട്ടിപ്പോഴും പെട്ടിയിൽ ഇരിക്കുകയാണ്. ഭരണം തിരിച്ചുപിടിക്കാം എന്ന വലിയ പ്രതീക്ഷ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒക്കെയുണ്ട്. പക്ഷേ നേതാക്കൾ ഇപ്പോഴേ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം തുടങ്ങിക്കഴിഞ്ഞു. പല തരത്തിലുള്ള പരസ്യ പ്രസ്താവനകൾ, വിഴുപ്പലക്കലുകളൊക്കെ ഏറെയും കുറഞ്ഞും മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ വോട്ട് എണ്ണിയിട്ട് വേണം ഇനി ആർക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് അറിയാനും കേരളത്തിൽ UDF തന്നെ ഭരണം കിട്ടുമോ എന്നൊക്കെ അറിയാൻ. പക്ഷേ ആ പ്രതീക്ഷയും കണക്കൂടലിലൊക്കെ സാധാരണ പ്രവർത്തകർ നിൽക്കുമ്പോഴാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ ഈ തരത്തിൽ അവരെ കൂടി നാണം കെടുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത്. ഈ പ്രവർത്തകരാണ് എല്ലുമുറിയെ പണിയെടുത്ത് സാധാരണ നാട്ടുകാരുടെ മുന്നിൽ പോയി വോട്ട് തേടി ഈ പാർട്ടിക്ക് വിജയം ഉറപ്പാക്കാൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ചത്. അവർക്ക് വീണ്ടും നാട്ടുകാരുടെ മുന്നിലേക്ക് പോകേണ്ടതാണ്. അവരോട് നാട്ടുകാർ ചോദിക്കരുത് നിങ്ങളുടെ നേതാക്കൾ എന്താണ് ഇങ്ങനെയെന്ന്. അത്തരത്തിൽ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ കൂടി പറയിപ്പിക്കുന്ന രീതിയിലാണ് കോൺഗ്രസിൻ്റെ പല നേതാക്കളുടെയും പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ഈ പരസ്യമായ വിഴുപ്പലക്കലുമൊക്കെ. ഇതിലും വലിയ അടി വന്നിട്ടുണ്ട്, ഇതിലും വലിയ ഗ്രൂപ്പ് പോര് വന്നിട്ടുണ്ട്, അന്നൊക്കെ ഞങ്ങൾ ഇതിലും വലിയ ജയം നേടിയിട്ടുണ്ട് എന്നൊക്കെ വീമ്പ് പറയുന്ന കോൺഗ്രസ്സുകാർ ഇപ്പോഴുമുണ്ട്. പക്ഷേ അവർ ഒന്നോർക്കണം, കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് കോൺഗ്രസിന് മാന്യമായൊരു വിജയം നേടാൻ കഴിഞ്ഞത്. അതിനുശേഷം ഒരു തവണ ഭരണം കിട്ടിയെങ്കിൽ പോലും മികച്ചൊരു വിജയം നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. അത്തരം അവസ്ഥയിൽ നിൽക്കുമ്പോഴും ഇപ്പോഴും ഈ പരസ്യമായ തമ്മിലടിക്ക്, പരസ്യമായ വിഴുപ്പലക്കലിന് ഈ പാർട്ടിയിൽ ഒരു ക്ഷാമവും ഇല്ല എന്നതാണ്. യഥാർത്ഥത്തിൽ ഇത് സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ കൊഞ്ഞണം കുത്തുകയല്ലേ ഈ നേതാക്കൾ ചെയ്യുന്നത്? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, വോട്ടിപ്പോഴും പെട്ടിയിലിരിക്കുകയാണ്. പക്ഷേ കോൺഗ്രസിൽ ചില നേതാക്കൾ മുഖ്യമന്ത്രി ആരാവണമെന്നതിനെ ചൊല്ലിയൊക്കെ ചില തർക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അത് മുതിർന്ന നേതാക്കൾ തന്നെയാണ് ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത് എന്നതാണ് ഏറ്റവും രസകരമായ സംഭവം. താങ്കൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? വേറെ ജനിക്കുന്നതിന് മുമ്പില് കുട്ടിയുടെ ജാതകം എഴുതുന്ന പോലെ ഇവരുടെ കളി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഇവർക്ക് അനുകൂലമായിട്ട് വന്നു. ഇവർ വേഴാമ്പൽ പക്ഷി ദാഹജലത്തിന് കാത്ത് 10 കൊല്ലം കാത്തു നിന്നിട്ട്, എന്നാൽ യൂണിറ്റി സ്ട്രെങ്ത് എന്ന് പറഞ്ഞ പോലെ നല്ല ഐക്യമത്യ മഹാബലല്ലേ, ഒത്തൊരുമയോടുകൂടി നിൽക്കണ്ടേ. ഇതൊക്കെ അല്ല, ഇന്നയാൾ വേണം. അത് ഐക്യം ഏതായാലും ഇലക്ഷൻ വരട്ടെ, എന്നിട്ട് റിസൾട്ട് എങ്ങനെയാ അനുകൂലാന്ന ഇവർ പറയുന്നതും പിന്നെ കുറച്ചെല്ലാം അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. എന്താണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഇവർക്ക് മുൻതൂക്കമുണ്ട്. അപ്പോ ഇപ്പോ ജനിക്കുന്നതിന് മുമ്പിൽ ആദ്യം എത്രയും കാത്തു നിന്നിട്ട് ആ രീതിയിലല്ലേ ഒന്ന് പെരുമാറേണ്ടത്. എന്നിട്ട് ഭരണത്തിൽ എല്ലാവർക്കും യോജിച്ച് എങ്ങനെയാ സെക്ഷൻ വേണ്ട, പങ്കിട്ടിട്ട് മുഖ്യമന്ത്രിനെ ആക്കുക, യോഗ്യതയുള്ള കൂട്ടർ സീനിയോറിറ്റിയുള്ള നല്ല ക്വാളിഫൈഡ് കൂട്ടർ. ശ്രീ ശരത്താണ് ബാലരാമപുരത്ത്. ശ്രീ ശരത്ത്, ഈ വോട്ട് ഇപ്പോഴും പെട്ടിയിലിരിക്കുകയാണ്. ജയിക്കുമെന്ന് കോൺഗ്രസ്സുകാർക്ക് പ്രതീക്ഷയുണ്ട്, അതെല്ലാം ശരിയാണ്. പക്ഷേ അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്ന സാധാരണ പ്രവർത്തകർക്കിടയിലേക്ക് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം, അത്തരം തരത്തിലുള്ള പരസ്യ പ്രസ്താവനകൾ, അതിനെ ചൊല്ലി ഫേസ്ബുക്ക് പോസ്റ്റ്, ഇതൊക്കെ ഈ പാർട്ടിക്കാർ ഇനിയും, ഈ കോൺഗ്രസ് നേതാക്കൾ ഇനിയും പഠിക്കുന്നില്ല എന്നാണോ? നമസ്കാരം. അപ്പോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. നമുക്ക് ഇന്ദിരാഗാന്ധിയും സോണിയാഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ വന്നു, പാർട്ടിക്ക് വേണ്ടിയുള്ള എല്ലാ പ്രചാര പരിപാടികളും പങ്കെടുത്തു. പക്ഷേ ഇവിടെ ഈ പറയുന്ന പാർട്ടിയിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഒരു നയിക്കുക എന്ന് പറഞ്ഞാൽ നയിക്കുന്നതിന് വേണ്ടി ഒരാളില്ല എന്നുള്ളതാണ്. പലരും പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ പോലും അത് അനുസരിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. അവർക്ക് ഓരോരുത്തർക്ക് സ്ഥാനം കിട്ടണം എന്നുള്ള മത്സരമാണ്. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ ശ്രീ VD സതീശൻ അടുത്ത മുഖ്യമന്ത്രിയാവുമെന്നൊക്കെ സർവേയിൽ പറയുന്നുണ്ട്. കോൺഗ്രസ് നല്ല രീതിയിൽ ഉയർന്നു വരുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും ഒരുപാട് പ്രചാരങ്ങളും ഇത്രയധികം ഉള്ളപ്പോൾ നമ്മൾ വേദിയിലുണ്ടായ പ്രശ്നങ്ങളും ഇവർ തമ്മിലുള്ള അഭിപ്രായ പ്രശ്നങ്ങളും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോഴും കോൺഗ്രസിൽ പറയുന്നു അടുത്ത ഭരിക്കാനായിട്ട് പോകുന്നത് കോൺഗ്രസ് തന്നെയാണ്. പക്ഷെ ഇവര് തമ്മിലുള്ള ഈ അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ
ഈ ഒരു തർക്കം, ഇങ്ങനെ ഒരു തർക്കം നിൽക്കുന്ന ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് ഇവിടെ നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കുന്നത്? അത് നമുക്കൊരു സംശയമായിട്ട് തോന്നത്തില്ലേ ഇവിടെ ഈ തർക്കം കാണുമ്പോൾ? ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശരത്ത്, ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, ഈ കോൺഗ്രസ്സുകാർ ഭരണം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ. എങ്ങനെയും ഭരണത്തിന് വേണ്ടി അവർ താഴെത്തട്ടിൽ അക്ഷീണം പ്രയത്നിച്ചവരുമൊക്കെയാണ്. പക്ഷേ ഈ നേതാക്കൾ ഇങ്ങനെ ഫലം വരുന്നതിന് മുമ്പേ മുഖ്യമന്ത്രി ആരാവണം, നയിക്കാൻ ഇന്നയാൾ വരണം എന്നൊക്കെ മട്ടിൽ ചർച്ച നയിക്കുന്നത് ശരിയാണോ? നമസ്കാരം സാറേ. നമസ്കാരം. അവര് ഇതിന്റെ അപ്പുറം പറയാണ്. പക്ഷെ ഇപ്പൊ ഈ നമ്മളെ കരുണാകരൻ സാറിന്റെ മകൻ മുരളീധരൻ പറഞ്ഞത് അത്യാവശ്യം നല്ല ശരിയാ. പക്ഷെ അതൊന്നും ഉച്ചയ്ക്കൊരു ബാധകമല്ല. കാസർഗോഡ് MP പറഞ്ഞ മാതിരി ഇത് ഇവരെ പറഞ്ഞാൽ നന്നാവില്ല, അദ്ദേഹം പറഞ്ഞു. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത്തങ്ങൾക്ക് വോട്ട് കുറയാനും കാരണം ഈ ഒരു കാരണം കൊണ്ടാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതും പറഞ്ഞു കണ്ടാണ്, മുഖ്യമന്ത്രിന്റെ തിരക്കും പറഞ്ഞാണ്ടാണ് വോട്ടിനെ നേരിട്ടിട്ടുള്ളത്. ഇതിൽ അത്യാവശ്യം അന്നതന്ന മനുഷ്യന്മാരൊക്കെ അത് കാണുമല്ലോ, ഇവരെ ആർത്തി, മുഖ്യമന്ത്രിക്കില്ല ആർത്തി. ആ ആർത്തി കൊണ്ട് അവർക്ക് കിട്ടുന്ന വോട്ടും പോകണ സന്ദർഭം ഉണ്ടായത്. കാരണം എന്ന് വെച്ചാൽ പിന്നെ വേറൊന്ന്, വലിയൊരു സംഖ്യ പിരിച്ചിട്ട് വെറൈറ്റി കൊടുക്കാന്ന് പറഞ്ഞ് അതും ഇവിടെ വരത്തിയായി. പിന്നെ അവിടെ ഒരു അച്ഛനും മകനും അവിടെ വയനാട് തീർന്നു. ആ തീർന്നതും ഇവരെ കാരണം കൊണ്ടാണ്. ഇതൊക്കെ ഇവർക്കുള്ള വീക്ക്നെസ് ആണ്. ഇത് മാറൂല. ഇവർക്ക് നാണമാനെന്ന് പറഞ്ഞതില്ല. പിന്നെ നമ്മൾ വെറുതെ പറഞ്ഞുകൊണ്ട് നടക്കാം. ഓലത്തെ മുഖ്യമന്ത്രി ആവില്ല, ആകാനുള്ള ചാൻസ് ഒന്നുമില്ല. ഇനി അഥവാ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറിക്കഴിഞ്ഞാൽ ഒരു മാസം ചെയ്യുള്ളൂ. അതിന്റെ ഇടയ്ക്ക് പിന്നെ നിയമസഭത്തിൽ അകത്തിൽ നിന്ന് തല്ലുപിടിക്കാണ്ട് അത് പിരിയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അത് പേടിച്ചുകൊണ്ട് അത് നിൽക്കണ്ട. ഇത്രേ എനിക്ക് പറയാനുള്ളത്. വ്യക്തമാണ് ശ്രീ മുഹമ്മദ്. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്നും. ശ്രീ മഹി, താങ്കൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഇവര് 21 രമേശ് ചെന്നിത്തല ഉടുപ്പണം തച്ചിട്ട് തന്നെ ശരിയാക്കി നടന്നതല്ല. അതേ ഇതിലാണ് നമുക്ക് പറ്റാൻ പോണത്. കോൺഗ്രസ് ഒരിക്കലും ഇവിടെ വരില്ല, സംശയമില്ല. നാലാമത്തെ ഇവർ ഇപ്പോഴേ മാറ്റിക്ക് വേണ്ടി പങ്കിടുന്നതാണ്. നാളെ ഇപ്പോൾ പങ്കിട്ടിരിക്കുന്നതാണ്. അത് കേരളത്തിൽ നടക്കൂല. ജനങ്ങൾ തീരുമാനിച്ചാൽ 4 ദിവസം കഴിഞ്ഞ വർഷത്തിൽ 2 സീറ്റ്. ശ്രീ അനിയൻകുട്ടനാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ അനിയൻകുട്ടൻ, ഈ താങ്കളുടെ പാർട്ടിയിൽ എന്താണ് ഈ അനിയൻകുട്ടനൊക്കെ കോൺഗ്രസിന്റെ ജയത്തിന് വേണ്ടി വലിയ പ്രവർത്തനമൊക്കെ നടത്തിയ ആളല്ലേ? നിങ്ങളുടെ നേതാക്കൾ എങ്ങനെ സാധാരണ പ്രവർത്തകരെ പ്രതിസന്ധിയിലാക്കുന്ന മട്ടിലൊക്കെ പ്രതികരിക്കുന്നത്? സാറേ നമസ്കാരം. നമസ്കാരം. അത് ഇച്ചിരി ഓവറായി പോകുന്നുള്ളത് തന്നെയാണ് കണക്കൂട്ടൽ. ഇതിന്റെ എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇത് ഇച്ചിരി ഇത് തുടക്കം വിട്ട നമ്മുടെ അത് നല്ലൊരു DCC പ്രസിഡന്റാണ് എറണാകുളത്ത്. അദ്ദേഹം തന്നെ ആദ്യം തുടക്കം വിട്ടത് പിന്നെ വലിയ വഷളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, പ്രവർത്തകർ ഇവർക്ക് ഈ ഗ്രൂപ്പ് കളിക്കാൻ ഈ നേതാക്കന്മാർക്ക് അറിയത്തുള്ളൂ. പ്രവർത്തകർ തമ്മിലുള്ള അവരുമായിട്ട് ടച്ച് ചെയ്ത് പോകാനുള്ള ഒരു കോമ്പറ്റീഷൻ നടന്നില്ല. കുറെ ഗ്രൂപ്പ് നടക്കുന്ന അവരെ പെട്ടി പോയി നടക്കുന്നത്. ഞാൻ കോൺഗ്രസ് തന്നെയാണ്. പെട്ടി പോയി നടക്കുന്നത്, അവരെ തോളത്ത് വെച്ച് നടക്കുക, കഷത്ത് വെച്ച് നടക്കുക, ഈ ഒരു പ്രവണത കുറച്ചു കാലം കൊണ്ട് ഇല്ലാതിരിക്കുകയാണ്. വീണ്ടും ആ തല പൊക്കിക്കൊണ്ടുവരിക. ഈ പ്രാവശ്യം എല്ലാ മേഖല ഞങ്ങളുടെ പത്തനംതിട്ടയെന്ന് പറഞ്ഞാൽ എല്ലാവരും സജീവമായിട്ട് രംഗത്തിറങ്ങിയ ഒരു തെരഞ്ഞെടുപ്പാണിത്. എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴത്തെ ഭരണം വെച്ച് നോക്കുമ്പോൾ ഒരു ഭരണമാറ്റം ആവശ്യം എന്നുള്ള രീതിയിൽ എല്ലാ പ്രവർത്തനവും ഭയങ്കര പ്രവർത്തനവും പ്രചാരണവും പരിപാടിയൊക്കെ ആയിരുന്നു. ഇപ്പൊ ഇവരൊക്കെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് വലിയ ദോഷം കാണും, നാണക്കേട് വരുന്നതാണ്. അതിനൊരിക്കലും ഇവർ പോകരുത്. ഒരു ലേസറി കുട്ടികളെ പോലുള്ള ആ രീതി സ്വഭാവം കാണിക്കാതെ എല്ലാവരും അറിയും വിവരം എല്ലാം ഉള്ളവരാ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കാളിലൊക്കെ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരെയും കുറ്റം പറയാം. എല്ലാവർക്കും കഴിവും നിലപാടൊക്കെ ഉള്ളവരാ. അവർക്ക് ഇങ്ങനെ പോകുന്നത് തന്നെ തീരെ ചീപ്പായ ഒരു പ്രവർത്തനമാണ് എനിക്ക് പറയാനുള്ളത്. ശരി, കൂടിയാണ് അനിയൻകുട്ടൻ. ശ്രീ സിദ്ധനാണ് ആലപ്പുഴയിൽ നിന്ന്. സിദ്ധൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ആലപ്പുഴ ജില്ലക്കാരായ 2 പേരാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായി വരാൻ സാധ്യതയുള്ള 2 പേരെന്നൊക്കെ പറയപ്പെടുന്നത്. അതെന്തോ ആയിക്കോട്ടെ, എന്തായാലും ഇപ്പോൾ തന്നെ കോൺഗ്രസ്സുകാർ ഇനി ഭരണം ഉറപ്പിച്ച് മുഖ്യമന്ത്രി ആരാവണമെന്നതിനെ ചൊല്ലി തർക്കിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം സാറേ. ഇത് പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു പുതിയ കാര്യമല്ല. കാരണം ആലപ്പുഴ ജില്ലക്കാരല്ലല്ലോ 2 പേര്. രമേശ് ചെന്നിത്തല മാത്രമല്ല ആലപ്പുഴ ജില്ലക്കാരായിട്ട്. KC വേണുഗോപാൽ കണ്ണൂരുകാരനാണ്. KC കണ്ണൂരുകാരനാണെങ്കിലും ആലപ്പുഴയുടെ ഒരു സ്ഥിരമായ അവിടുത്തെ MPയും MLA ഒക്കെ അല്ലായിരുന്നോ? ജന്മം കൊണ്ട് കണ്ണൂരാണെങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ചതേ ഉള്ളൂ ഞാൻ, അല്ലാതെ വേറെ ഇതല്ല. അല്ല, ഇതിപ്പോ ഏതായാലും മെയ് 4-ാം തീയതി വരെ ഒന്നും ഇത് ഇതാക്കണ്ടേ.
കാരണം എങ്ങനെ ഇവർ അധികാരത്തിൽ വരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത്. കാരണം ഗവൺമെന്റ് നല്ല കാര്യങ്ങൾ കുറേയൊക്കെ ചെയ്ത് 80ഓളം സീറ്റ് എങ്ങനെ പോയാലും 80ന് മുകളിൽ സീറ്റിലോടുകൂടി LDF തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള കണ്ടീഷനിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് ഇപ്പോഴേ തന്നെ തമ്മിലടി തുടങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? ഇത് ഒരു കാരണവശാലും ഇത് നന്നാകാൻ പോകുന്ന ഒരു പാർട്ടിയൊന്നുമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. കാരണം കരുണാകരനെ പണ്ട് കരുണാകരനെ ചാരക്കേസിൽ കുടുക്കിയിട്ടാണ് ആന്റണി മുഖ്യമന്ത്രിയായത്. അറിയാമല്ലോ, നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് നല്ല അറിയാൻ പറ്റില്ല. ഇപ്പൊ ഇവര് അധികാര സ്ഥാനത്തേക്ക് വേണ്ടിയിട്ട് പരസ്പരം ബന്ധം ചെയ്യാൻ മടിക്കലാത്ത രീതിയിലുള്ള ഒരു നിഷ്ഠൂരമായ രീതിയിലുള്ള ഗ്രൂപ്പ് പ്രവർത്തനമാണ് ഇവരുടെ പ്രസ്ഥാനത്തെ തകർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവരെന്തും തീരുമാനിക്കട്ടെ. പക്ഷെ അതിൽ കുറെ പാവപ്പെട്ട ആൾക്കാർ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും, ഞാൻ ഏതായാലും ആ രാഷ്ട്രീയ പാർട്ടിയോട് യോജിപ്പുള്ള ആളല്ല, പിന്നെ വർക്ക് ചെയ്ത് എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണമെന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ നിൽക്കുമ്പോൾ ഈ 5 പേരിപ്പോ കണ്ടേനായിരുന്നു. ഇപ്പൊ 3 പേരല്ല, ഇപ്പൊ 2 പേർക്ക് ചാൻസ് മത്സരിക്കാൻ ചാൻസ് കൊടുക്കാത്തത് കൊണ്ടാണ്. ഒന്ന് അടൂർ പ്രകാശും 2 കെ സുധാകരനും. ഇത് അല്ലെങ്കിൽ 5 പേര് വന്നേനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചു. ഇത് എന്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് മിക്കവാറും അഥവാ ഏതോ തുച്ഛമായ ഭൂരിപക്ഷത്തിൽ വരികയാണെങ്കിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രി പദവും കൊണ്ടുപോകും പാർട്ടി. അതൊക്കെ നടക്കണം. എനിക്ക് താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് സിദാൻ. ശ്രീ കുഞ്ഞഹമ്മദാണ് കോഴിക്കോട് നിന്നാണ്. ശ്രീ കുഞ്ഞഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകരൊക്കെ അവരെല്ലാ കാലവും ഈ നേതാക്കളുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മറുപടി പറഞ്ഞ് കുഴയുന്നവരാണ്. അവരാണ് ഈ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് വേണ്ടി ഏറ്റവും കൂടുതൽ ജോലി എടുത്തിട്ടുണ്ടാവുക. അവരെ കൂടി അവഹേളിക്കുന്നല്ലേ ഈ നേതാക്കളുടെ ഈ പ്രവർത്തനങ്ങൾ? നമസ്കാരം സാറേ. നമസ്കാരം. കേരളത്തിലെ ജനങ്ങളുടെ ഇങ്ങനെ ഇപ്പൊ ശരിയാകുമെന്ന് എല്ലാവർക്കും എന്നാ പോലെ കളി കണ്ടിട്ട് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ ഒരു വോട്ട് എണ്ണ ഒരു മുഖ്യമന്ത്രി തീരുമാനിക്കല്? ഇവർക്ക് എന്താ സ്വീകരണം കൊടുത്താറുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം? വോട്ടെണ്ണിട്ട് ഇന്ത്യയിലെ മുഖ്യമന്ത്രി തീരുമാനിക്കുക. ലോകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു രാജ്യത്തുണ്ടോ ഇങ്ങനെ? കേരള ജനങ്ങൾ ചിരിച്ചോണ്ടിരിക്കുക. ഇത് പെട്ടിയിലുള്ള സംഗതി ജനങ്ങൾ തീരുമാനിച്ച് വിധി ചെയ്ത് നിൽക്കുക. ഇവർ ചിരിച്ചോണ്ട് ഇക്കളി അങ്ങോളം തുടർന്നാൽ ഒരാകെ നാണക്കേടാവും. കേരള ജനങ്ങൾ ഒന്നുകൂടി ചിരിക്കാൻ പോകും. എത്ര ഇപ്പം പറയുന്നുണ്ട്. ശരി. ശ്രീ നാരായണനാണ്, ശ്രീകണ്ഠാപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ നാരായണൻ, നമസ്കാരം. താങ്കൾ എങ്ങനെ ഏത് പാർട്ടി, ഏതെങ്കിലും പാർട്ടിയുടെ പ്രവർത്തകനാണോ? അല്ല, ഞാനിങ്ങനെ ഇറക്കിങ്ങനെ ചിരി വരുമെന്ന് കാരണം കീടി ഒന്നും ആയിരുന്നില്ല. ഈ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഈ കോൺഗ്രസ്സുകാർ അയ്യോ സങ്കടം തോന്നുന്നു. ഇത് വോട്ട് ചെയ്തവരൊക്കെ വിഡ്ഢിയാക്കുമല്ലോ സാറേ ചെയ്തവര്. എന്തെന്നായി കേൾക്കുന്ന ഇവിടെ വോട്ട് എണ്ണിയില്ലല്ലോ. അപ്പൊ വളരെ വ്യക്തമാണ്, നല്ല ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി ഇവർ എല്ലാ തരത്തിലും പണിയെടുത്തിട്ട് അവര് വിചാരിച്ച് അങ്ങ് ജയിച്ചു പോയത്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ അവര് ഏടിലോ പൈസയെല്ലാം കൊടുത്ത് ജയിച്ചു പോയി. ആ ധാരണ വെച്ചിട്ടാണ് ഇവര് വിചാരിക്കും നമ്മളും എത്തിപ്പോയത്. ഓരോ എത്തലുമില്ല. കാരണം എന്താ വെച്ചാല് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പൈസ കൊടുത്ത് ജയിച്ചെന്നൊക്കെ പറയുന്നത് ഇത്ര കടന്ന കൈയാണ്. എന്റെ പൊന്നു സാറേ, ഞങ്ങളെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യാന്നുള്ള, അല്ലാതെ ഒരു പാർട്ടി ജയിക്കുന്നതിനെ അത് പൈസ കൊടുത്തിട്ടാണ് ജയിച്ചത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർക്ക് കൂടുതൽ വോട്ട് കിട്ടി, അതുകൊണ്ട് അവർ ജയിച്ചു. അവരെയാണ് നാട്ടുകാർ തെരഞ്ഞെടുത്തത്, അതുകൊണ്ട് അവർ ജയിച്ചു. അല്ലാതെ അവര് പൈസ കൊടുത്തിട്ട് അങ്ങനെ ഒരുത്തരുടെ ജയത്തെ ആ തരത്തിൽ ആക്ഷേപിക്കുന്നത് ശരിയല്ല. അങ്ങനെയല്ല, ഞങ്ങളുടെ നാട്ടിൽ അത് അങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയുന്നത്. നാട്ടിൽ അങ്ങനെ ആളുകൾ വേറെ പാർട്ടിക്കാർ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊന്നും പിടിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ എന്തിനാണ് നിൽക്കുന്നത്? നമ്മളൊന്നും വയസ്സായിട്ട് ഇത് കേട്ടുകൊടുക്കുന്ന. അപ്പൊ എന്തായാലും മറ്റു പാർട്ടിക്കാരൊക്കെ അവിടെ കാണുമല്ലോ, അവിടെ CPM-കാരും BJP-കാരും മറ്റ് ആളുകളൊക്കെ കാണുമല്ലോ. അപ്പൊ അവർക്കൊന്നും ഇതൊന്നും പിടിക്കാൻ കഴിയില്ല. ഇപ്പൊ പൈസ കൊടുക്കുന്നത് നേരിട്ടല്ല, മറ്റേ ഗൂഗിൾ എങ്ങനെ കൊടുത്താലും അത് ഒന്നും പിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ മിണ്ടാതിരിക്കലാണ് ഭേദം. അല്ലാതെ ആരെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ അവര് പൈസ കൊടുത്ത് ജയിച്ചെന്നൊക്കെ പറഞ്ഞാൽ അതിൽ കാര്യമില്ല. എന്നാ അത് പോട്ടെ. എന്നാലും ഈ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ നമ്മുടെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന പരിപാടിയല്ലേ ഇത്? അത് വളരെ മോശമായി പോയില്ല സംഗതി. ഇതെങ്ങനെ ജയിച്ചെന്നും അറിഞ്ഞില്ലല്ലോ. അതെങ്ങനെ ഇവരിപ്പോഴേ തമ്മിലടിക്കേണ്ടത്? അതാണ് നമ്മൾ ചോദിക്കുന്നത്. അതൊക്കെ ചോദിക്കാം. അതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇവിടെ ഒന്നും ആയിരുന്നില്ല. ഇതിനിടയ്ക്ക് തന്നെ മന്ത്രിക്കുപ്പായം തിന്നുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ഇവര് ആളുകളെ വിഡ്ഢികളാക്കല്ലേ ജനങ്ങളിപ്പോ എങ്ങനെയാന്ന് അറിയാം. ഈ പ്രാവശ്യം കിട്ടോ ഇല്ലോ എന്ന് അറിഞ്ഞില്ലല്ലോ. കാരണം ദാസനാണ് കണ്ണൂരിൽ നിന്നാണ്. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? താങ്കൾക്ക് ഇതൊക്കെ കാണുമ്പോൾ എന്താണ്, എത്രയോ തവണ മുമ്പ് ഇതുപോലത്തെ തർക്കങ്ങൾ കോൺഗ്രസിൽ കണ്ടിട്ടുള്ള ഒരാൾ കൂടിയാണ്, എന്താണ് പറയാനുള്ളത്? അല്ല, ഇപ്പൊ ഞാനിപ്പോ കിരൺ ബാബു, എന്റെ അഭിപ്രായത്തിൽ പിണറായി വിജയൻ മാറി നിൽക്കുന്നതെങ്കിൽ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് തന്നെ വന്ന് കാണുന്ന ആഗ്രഹിക്കുന്ന ആളാണ്, സത്യമായിട്ട് പറയുന്ന. പക്ഷെ സുധാകരനെ സംബന്ധിച്ച് പറഞ്ഞാല് സുധാകരന് പ്രായത്തിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട്. പുള്ളി പറയുന്ന എന്തൊക്കെയോ, പുള്ളി ഇപ്പൊ ഇത് പറയേണ്ട ഒരു കാര്യമില്ല. കാര്യം ഈ കഴിഞ്ഞ ദിവസം പുള്ളി പറഞ്ഞ കേട്ടില്ലേ, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം, അവൻ നല്ലവനാ. ഞാൻ ഫോൺ വിളിച്ചിട്ട് എനിക്ക് കുറച്ച് കഴിയുമ്പോൾ നാളെ ഇയാൾ പറയും
ഒരു കാര്യം ചെയ്യും, രമേശ് പിഷാരടി ജയിച്ചു കഴിഞ്ഞാൽ രമേശ് പിഷാരടി രാജിവെച്ചിട്ട് അവിടെ രാഹുൽ മാങ്കൂട്ടിനെ മത്സരിപ്പിക്കുക, രാഹുൽ മാങ്കൂട്ടായിട്ട് മുഖ്യമന്ത്രിയും പറയും. ഇതൊക്കെ എന്തൊക്കെയോ പറയാം. നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു ഭാഷയുണ്ട്, നമ്മളെ നാടൻ മലബാർ ഭാഷയെ പറഞ്ഞാല് എന്നാ പറഞ്ഞ ഒരു ബഹിടന്മാർ ഒരു ബഹിരി കളി എന്തെല്ലോ ഒക്കെ പറയാൻ പറയാം. ഈ സുധാകരൻ ഞാൻ വളരെയേറെ ബഹുമാനത്തോടെ കണ്ട ഒരു നേതാവാണ് സുധാകരൻ. പക്ഷെ ഈ അടുത്ത കാലം കൊണ്ട് സുധാകരൻ എന്തൊക്കെയോ സുധാകരനും പിണറായി വിജയനൊക്കെ മനസ്സിലാക്കിയിട്ട് ഇനിയെങ്കിലും നിങ്ങൾ ഈ പരിപാടി നിർത്തിയിട്ട് ഒന്ന് വിശ്രമിക്കാൻ നോക്കുക. അതായത് 70-80 വയസ്സായ നിങ്ങൾക്കൊക്കെ ഇനി ബാക്കി കുറച്ച് ചെറുപ്പക്കാർ 70 കുറഞ്ഞ ആൾക്കാർ കാര്യങ്ങൾ നിയന്ത്രിക്കട്ടെ. പിന്നെ KC വേണുഗോപാലിന് ഈ കൃത്യമായിട്ട് കഴിയുന്നുണ്ട്. ഈ രമ്യ ഹരിദാസപ്പെട്ട ആൾക്കാരെ കൊണ്ട് ഈ ഫേസ്ബുക്കിലൊക്കെ എഴുതിക്കുന്ന ഈ ഇയാളിപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ വേണ്ടി നിൽക്കേണ്ട നമ്മൾ കാണുന്നത് KC വേണുഗോപാൽ മോദിക്ക് അടുത്ത പ്രൈം മിനിസ്റ്റർ ആയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ താഴേക്കടെ കേരളത്തിൽ മുഖ്യമന്ത്രി നിൽക്കണോ? അതിന്റെ ആവശ്യമില്ല. കേരളത്തിൽ കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയാണ് യോഗ്യൻ എന്റെ അഭിപ്രായത്തിൽ. പക്ഷെ ഈ കോൺഗ്രസ് കളി കാണുമ്പോൾ മീനുമാരി പായാൻ തോന്നുന്നുണ്ട്. അതുപോലെ ഇവരെ കളി കാണുമ്പോൾ ഇത് സംഗതി പടിയായി പോകുന്നു തോന്നുന്നുണ്ട്. കിരൺ ബാബു ഓക്കെ. ശ്രീ KG കുമാറാണ് കൊട്ടാരക്കരയിൽ നിന്നും. ശ്രീ KG കുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു വോട്ട് ചെയ്ത നാട്ടുകാരെ അല്ലെങ്കിൽ വോട്ടിനു വേണ്ടി നാട്ടുകാരെ സമീപിച്ച കോൺഗ്രസ് പ്രവർത്തകരെ ഇവരെയൊക്കെ അവഹേളിക്കുന്ന തരത്തിലല്ലേ ഈ നേതാക്കളുടെ ഈ പ്രതികരണങ്ങൾ? അതെ, സത്യം പറഞ്ഞാല് ഈ വോട്ട് ചെയ്ത ജനങ്ങളുടെ മുഖത്തേറ്റ അടി പോലെ ഉള്ള കാര്യമായിപ്പോയത്. ഇവിടെ ഈ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, ഈ ആര്യങ്കാവ് തുരങ്കത്തിന് പിന്നെ ഇവിടെ കുണ്ടറേനെ കുനിയേണ്ട കാര്യമില്ല, പുനലൂർ കഴിഞ്ഞിട്ട് കുനിഞ്ഞാൽ മതി എന്നുള്ളത്. കാര്യം 4-ാം തീയതി വോട്ടെണ്ണുമല്ലോ. വോട്ടെണ്ണതിന് ശേഷം പോരെ എപ്പോഴും കോൺഗ്രസിലെ ഇതേപോലെ പടലപ്പിണക്കം സ്ഥിരമായിട്ടുള്ളതാണ്. പക്ഷെ ഇത് ഈ പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാവരുത് എന്ന് ഉള്ളത് കാര്യം ഒന്ന് പറഞ്ഞ് ശരിയാക്കാനായിട്ട് അതെങ്ങനെ മെയിൻ നേതാവിന് പിന്നെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഇതുണ്ടെങ്കിലല്ലയോ ഈ പിന്നെ കേരളത്തിലുള്ള നേതാക്കന്മാര് ഇത് ഏറ്റവും മേളിലിരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതിപ്പോ എന്താ ചെയ്യുന്നത്? ജനങ്ങള്. ശ്രീ ഉമേഷാണ് കോഴിക്കോട്. ശ്രീ ഉമേഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വോട്ടെണ്ണ മുമ്പേ ഒക്കെ ആളുകൾ ജയം പ്രതീക്ഷിച്ച് മുഖ്യമന്ത്രി ആവാനും മന്ത്രി ആവാനും ഒക്കെ ഏത് പാർട്ടിയിലായാലും ആളുകളൊക്കെ നീക്കങ്ങളൊക്കെ നടത്തും. പക്ഷെ അത് പരസ്യമായി വിളിച്ചു പറഞ്ഞ് നാറുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കുന്ന അവസ്ഥ അത് കോൺഗ്രസ്സുകാരുടെ ഒരു ശീലമായി മാറുകയാണോ? ഇങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇവിടെ കോൺഗ്രസ്സുകാർ അടികൂടുകയാണെന്ന് ആരാ ചിരഞ്ജീവ് പറഞ്ഞത്? ആരെങ്കിലും ഒരാള് ഞാൻ മുഖ്യമന്ത്രി ആകുന്നു അല്ലെങ്കിൽ എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറഞ്ഞ ആരല്ല? ഒന്ന് ചിരഞ്ജീവ് പറഞ്ഞ. ശ്രീ ഉമേഷ്, താങ്കൾ കണ്ടു കാണുമോ എന്ന് എനിക്കറിയില്ല. ഇനി കണ്ടിട്ട് കാണാതിരിക്കുന്നതാണോ? ആദ്യം പറഞ്ഞത് DCC പ്രസിഡന്റ്, എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആണ് പറഞ്ഞത്. എറണാകുളം ജില്ലയിൽ നിന്ന് ഒരാൾ മുഖ്യമന്ത്രി ആവണമെന്ന് പറഞ്ഞു. ഇന്നലെ കേൾക്കൂ, ഇന്നലെ KPCCയുടെ മുൻ പ്രസിഡന്റും മുതിർന്ന നേതാവുമൊക്കെയായ K. സുധാകരൻ അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ മുഖ്യമന്ത്രി എന്നൊരു വരിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തെ നയിക്കേണ്ടത് ദീർഘദർശിത്വമല്ല, ദർശിത്വം എന്നല്ല, മറ്റേതൊരു വാക്കാണ് അദ്ദേഹം നിൽക്കുന്നത്, ദൂരദർശനമുള്ള മറ്റൊരു നേതാവാണ്. വളരെ പച്ചയ്ക്ക് പറഞ്ഞാൽ KC മുഖ്യമന്ത്രി ആവണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞത് ഏതെങ്കിലും മാധ്യമപ്രവർത്തകരോ മറ്റേതെങ്കിലും പാർട്ടിക്കാരോ ഒന്നുമല്ല. അത് പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെയാണ്. പിന്നെ ആര് പറഞ്ഞു എന്ന് ചോദിച്ചതിന് എന്താണ് അർത്ഥം? കിരൺജി അങ്ങനല്ല, കിരൺജി പ്ലീസ് അങ്ങനല്ല. ഞാൻ ചോദിച്ചോട്ടെ, ഇതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞ K. സുധാകരൻ മറ്റേ പറഞ്ഞു രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവാൻ പറഞ്ഞു മറ്റേ ഇപ്പൊ പറയുന്നു KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകട്ടെ എന്നൊക്കെ നിങ്ങൾ പറയുന്നതല്ലത്. അല്ല KC വേണുഗോപാല് പറഞ്ഞോ ഞാൻ മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയത് ആരാണ്? ഞങ്ങളാണ്. K. സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയത് ആരാ? ഞങ്ങളാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം എടുത്തുന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇവിടെ ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട് അതല്ല. ഇവിടെ നിങ്ങൾ മീഡിയ പറയുന്ന അടിസ്ഥാനത്തിൽ ഈ വ്യക്തിപരമായി പറയുന്ന KC വേണുഗോപാൽ പറഞ്ഞോ എനിക്ക് മുഖ്യമന്ത്രിയാവണം, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല പറഞ്ഞോ എനിക്ക് മുഖ്യമന്ത്രിയാവണം, അല്ലെങ്കിൽ VD സതീശൻ നിങ്ങളോട് പറഞ്ഞോ എനിക്ക് മുഖ്യമന്ത്രിയാവണം, ആരെങ്കിലും പറഞ്ഞോ? ആരും പറഞ്ഞില്ല. ഉമേഷ്, അത് താങ്കൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടല്ല ഇങ്ങനെ വാദിക്കുന്നതെന്ന് താങ്കളുടെ സംഭാഷണം കേട്ടാൽ എനിക്ക് ബോധ്യപ്പെടും, കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടും. കോൺഗ്രസിൽ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരും താങ്കളടക്കമുള്ള ആളുകളൊക്കെ കോൺഗ്രസ് ഭരണം വരുമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിക്കുന്നു, കണക്കൂട്ടുന്നു. അതിലൊന്നും യാതൊരു തെറ്റുമില്ല. പക്ഷേ
ഈ വോട്ടെണ്ണുന്നതിന് മുമ്പേ മുഖ്യമന്ത്രി ഇന്ന ആളാവണം എന്നതിനെ ചൊല്ലി തർക്കം തുടങ്ങുന്നതും വിവാദം തുടങ്ങുന്നതും ഒക്കെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളാണ്, അല്ലാതെ CPM-കാരോ BJP-കാരോ ഒന്നും അല്ല. പ്ലീസ് എന്തുകൊണ്ടാന്ന് നിങ്ങൾ ഇങ്ങനെ അനുമാനിക്കാൻ പാടില്ല. നിങ്ങൾ കോൺഗ്രസ്സുകാർ അടികൂടുന്നു. ഈ ഞാൻ ചോദിച്ചിട്ട് ഈ കോൺഗ്രസ്സുകാർ മാത്രമേ ഇപ്പൊ ആരോ അങ്ങനെ കോൺഗ്രസ്സുകാരെ അടിക്കുന്നു ഭയങ്കര ശരി വരുന്നു എന്നല്ല പറഞ്ഞു. മുമ്പ് VS-ഉം പിണറായിയും തമ്മിൽ അടിയിട്ടായില്ലേ? പിണറായി ഒരിക്കലും പക്ഷവും പിണറായി പക്ഷവും തമ്മിൽ അടിയുണ്ടായിരുന്ന കാലത്ത് അതൊക്കെ കേരളത്തിൽ മാധ്യമങ്ങൾ വലിയ വാർത്തയാവുകയും ചർച്ചയാവുകയും ഒക്കെ ചെയ്തിട്ടില്ലേ? പക്ഷെ ഈ ഇതുപോലെ ഒരു മുഖ്യമന്ത്രി വോട്ടെണ്ണുന്നതിന് മുമ്പേ CPM-ൽ ചിലപ്പോൾ പലർക്കും ആഗ്രഹം കാണും, മന്ത്രി ആവണം, മുഖ്യമന്ത്രി ആവണം എന്നൊക്കെ ആഗ്രഹം ഉള്ളവരുണ്ടാവാം. പക്ഷെ അവരാരും ഉള്ളിൽ വെക്കുക അല്ലാതെ അതിങ്ങനെ വിളിച്ചു പറയുന്ന രീതി കോൺഗ്രസിലല്ലാതെ വേറെ എവിടെയും കണ്ടിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇൻഡിവിജ്വൽ ആയിട്ട് ആരെങ്കിലും പറഞ്ഞു KC വേണുഗോപാൽ അല്ലെങ്കിൽ താങ്കളോട് ഇനിയും പറയാൻ വയ്യ ശ്രീ ഉമേഷ്, താങ്കൾ കെ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കും. നമ്മള് കെ മുരളീധരൻ എത്ര സുവ്യക്തമായിട്ട് പറഞ്ഞു 4-ാം തീയതി വോട്ട് എണ്ണി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു പ്രൊസീജിയർ ഇതുണ്ട്, ആ ഇത് അനുസരിച്ചിട്ട് അതും തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ? അതിനൊന്നും ഒരു വിലയില്ലേ? അത് ആ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലോ. അല്ലാതെ ഇതിങ്ങനെ കെ സുധാകരൻ സാർ അങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കെ സുധാകരൻ സാറിന് കുറച്ച് മുന്നേ ഒരു വ്യക്തി ഉമേഷ് ഞാൻ വായിക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അനിഷേധ്യനായ സംഘാടകനും ശക്തനായ നേതാവുമായ KC വേണുഗോപാൽ ദേശീയ തലത്തിൽ നിർണായക ചുമതലകൾ നിർവഹിച്ച് രാഹുൽജിയുടെ കരങ്ങൾക്ക് ശക്തി പകരുമ്പോഴും അദ്ദേഹത്തിന്റെ സാന്നിധ്യം കേരള രാഷ്ട്രീയത്തിന് എത്രത്തോളം ആവശ്യമാണെന്ന് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വീണ്ടും തെളിയിച്ചു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തനം ഉണർത്തിയൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ മികവൊക്കെ പറയുന്നു. ഇന്ന് കേരളത്തിന് ആവശ്യം അത്തരമൊരു ദൂരദർശിയുള്ള നേതൃത്വമാണ്. ലീഡർ ശ്രീ K കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി, വയലാർ രവി തുടങ്ങി സംസ്ഥാന രാഷ്ട്രീയത്തെ ദിശാബോധത്തോടെ നയിച്ച നേതാക്കളുടെ പാത പിന്തുടർന്ന് കേരള രാഷ്ട്രീയത്തിലെ മുടിചൂടാമന്നായി ഉയരാൻ KCക്ക് കഴിയും എന്ന ആത്മവിശ്വാസം കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണ്? സാധാരണ ഈ അരിയാഹാരം കഴിക്കുന്ന മനുഷ്യർക്കെല്ലാം മനസ്സിലാവുമെന്ന് പറയുന്ന പോലെ ഉമേഷിന് മാത്രം മനസ്സിലാവാത്ത അർത്ഥം എന്താണ്? അല്ല ഇതിൽ എന്താ തെറ്റ്? KC വേണുഗോപാൽ കൊള്ളാവുന്ന നേതൃത്വം വഹിക്കാവുന്ന നേതാവാണെന്നുള്ളത് അല്ലേ ഉള്ളൂ. ശരി, എന്നാ ഉമേഷിന്റെ വാദം അംഗീകരിച്ചു. ഇനി എനിക്ക് അതിൽ കൂടുതൽ വാദിക്കാൻ വയ്യ. എന്തായാലും നാട്ടുകാരും മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല. നാട്ടുകാർ മനസ്സിലാക്കുന്നതല്ലോ, അത് നാട്ടുകാർ മനസ്സിലാക്കുന്ന അതിൽ കൂടുതൽ ഇപ്പോൾ ഞാൻ എന്താണ് പറയുന്നത്? താങ്കൾക്ക് അങ്ങനെ വാദിക്കാം, താങ്കളുടെ വാദത്തിന് വേണ്ടി അങ്ങനെ വാദിക്കാം. ശരി ഉമേഷ്, മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ മണിയാണ്, ഇടുക്കിയിൽ നിന്നാണ്. ശ്രീ മണി, താങ്കൾക്ക് എന്ന് തോന്നുന്നു ഈ വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് K മുരളീധരൻ പറയുന്നത് വീണ്ടും വീണ്ടും കോൺഗ്രസ് പ്രവർത്തകർ ആവർത്തിച്ച് അവരുടെ നേതാക്കളോട് പറയേണ്ട അവസ്ഥയിലാണോ? സാറേ നമസ്കാരം. നമസ്കാരം സാറേ, കോൺഗ്രസിലെ ഇത് ഇന്നും ഇന്നലെ ഉള്ള സംഭവം അല്ലല്ലോ ഇത്. ഞാൻ പറയുന്നത് കോൺഗ്രസിൽ 10 മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കണം. 10 പേര്, 10 മുഖ്യമന്ത്രി, ഒരു 10 ഉപമുഖ്യമന്ത്രി. അങ്ങനെയാണെങ്കിൽ ഇവര് അടിപിടിച്ചില്ല. ഇതുപോലെ ഒരു നാറിയ സംഘടന പറയാതിരിക്കാൻ പറ്റില്ല. എന്നും അധികാരമോഹികൾ മാത്രമേ ഉള്ളൂ ഇവര്. സുധാകരനെ സംബന്ധിച്ച് സുധാകരൻ ശ്രമിച്ചു നോക്കി, കിട്ടിയില്ല. അപ്പൊ ഇതിന്റെ സുധാകരന്റെ ബിനാമിയായിട്ട് അടുത്ത ആൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് സുധാകരൻ നടത്തുന്നത്. എന്തൊരു നാറിയ സംഘടന സാറേ ഇത്. ജനങ്ങൾ കാണുകയും ചെയ്യുന്നതല്ലേ ഇത്? ഒരു ഉളുപ്പമില്ല ഇവർക്ക്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് വളരെ വേഗത്തിൽ യൂട്യൂബിലെ ചില കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ഷിജു കിരിയത്ത് പതിപോലെ തുടക്കത്തിൽ തന്നെ കമന്റ് ഇട്ടിരിക്കുന്നു. വൈ ഡിഡ് യു മിസ് മുരളിയേട്ടൻ എമംഗ് ദീസ്? K മുരളീധരന്റെ പടം ഇല്ലാതായിരുന്നു. നമ്മളൊരു പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്ന് വിവാദത്തിൽ പടം ഇട്ടു എന്നുള്ളതിന് മറ്റേ പ്രത്യേകിച്ച് അങ്ങനെ അർത്ഥ ഒന്നുമില്ല. ചാനലുകാർ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതല്ലാതെ കോൺഗ്രസിനകത്ത് ആരും ഇത് ചർച്ച ചെയ്യുന്നില്ല, സുധാകരൻ്റെ ഒരു പോസ്റ്റ് അല്ലാതെ. സുധാകരൻ്റെ പോസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ജയകുമാർ അത്തരം ചർച്ചകൾ ഇവിടേക്ക് വന്നത്, അല്ലാതെ ചാനലുകാരല്ലല്ലോ ഈ ചർച്ച തുടങ്ങി വെച്ചത്. ജയൻ ചേട്ടാ നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും സുൽകുമാറും ഒക്കെ പറയുന്നു. സുധാകരൻ എന്തോ കുഴപ്പമുണ്ടോ? ഇപ്പോൾ ചെന്നിത്തലയെ വിട്ടു, വേണുഗോപാലായി, ജയിച്ചിട്ട് പോരെ കോലുകളി എന്ന് സുൽകുമാർ ചോദിക്കുന്നു. ശശിധരൻ പിള്ള പറയുന്നു സുൽകുമാറിനെതിരെയാണെന്ന് തോന്നുന്നു. ശശിധരൻ പിള്ള സുൽകുമാർ നമസ്കാരമാണെന്ന് തോന്നുന്നു പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ അച്ചടക്കമില്ലാതെ പ്രവർത്തകർ മാറരുത്, വ്യക്തിയല്ല പാർട്ടിയാണ് വലുത്, ഇവരൊക്കെ എന്ന് മനസ്സിലാക്കുമെന്നാണ് സുൽകുമാർ ചോദിക്കുന്നത്. വിഷയത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാൽ അവരുടെ കേരള യൂണിറ്റ് റിപ്പോർട്ട് ചെയ്യാനോ CNN ന്യൂസ് 18 TCS വിഷയത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാനോ ഒരു ക്രിസംഖ്യയാണ്. എന്തായാലും ക്രിസംഖ്യയ്ക്ക് വലിയ ആവേശമാണല്ലോ. എന്തായാലും ഞങ്ങൾ ആ വിവരം കൃത്യമായി നമ്മളുടെ ചാനലടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്രിസംഖ്യ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അതിൽ തോന്നുന്ന ഒരു വൃത്തികേടുണ്ടല്ലോ, അത് വെച്ചുകൊണ്ട് താങ്കളുടെ ഈ അഭിപ്രായം ആ വിലയ്ക്ക് തന്നെ എടുക്കുന്നു. എന്തായാലും ഞങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് കൃത്യമായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
സുനിൽകുമാർ പറയുന്നു, എങ്ങനെയും രക്ഷാപ്രവർത്തനം ഒന്ന് അവസാനിപ്പിച്ച് കിട്ടട്ടെ എന്ന് കരുതിയാൽ അതും ഇല്ലാതാക്കി വെറുപ്പിക്കും ആണ് കിളവന്മാർ എന്ന് പറയുന്നു. മറ്റുള്ളവരൊക്കെ പരസ്പരം ഇത് കേരളമാണ്, ഒന്നും നടക്കില്ല, സ്വർണ്ണക്കൊള്ള നവീൻ ബാബു എന്നൊക്കെ പറഞ്ഞ് അതും ഇതുമായിട്ട് എന്താണ് ബന്ധം എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. അത് എഴുതിയിരിക്കുന്നത് പിന്നെ സുനിലാണ്. മറ്റ് ചില തർക്കങ്ങളൊക്കെയാണ് അതിൻ്റെ താഴേക്ക് നടക്കുന്നതൊക്കെ. എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പൊതുവേദിയിലേക്ക് മടങ്ങി വരാം. ചൊല്ലിയുള്ള പരസ്യ വിവാദം ആരംഭിച്ചിരിക്കുകയാണ്. ഇതേക്കുറിച്ചാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാമൻകുട്ടിയാണ് പാലക്കാട് നിന്ന്. ശ്രീ രാമൻകുട്ടി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരു ചർച്ച ഈ സമയത്ത് അനാവശ്യമല്ലേ? സാർ, ആര് പറഞ്ഞു സാർ ഇത്? UDF-ൽ ഏതെങ്കിലും നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളോ? താങ്കൾ ഈ വാർത്തയൊന്നും കാണാഞ്ഞിട്ടാണോ അതോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല സാർ, ഞാനും ടിവിന്റെ മുമ്പിൽ തന്നെ ഇരിക്കണേ. ആണോ? എന്നിട്ട് അങ്ങനെ ഒരു തർക്കമുള്ളതായി താങ്കൾ എവിടെയും കണ്ടില്ല? സാർ, തർക്കമൊന്നും ഇല്ല, വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന സാർ. വോട്ട് കഴിഞ്ഞിട്ട് എന്നിട്ട് മതിയെന്നൊക്കെ ഏതെങ്കിലും നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ? ഞാൻ മുഖ്യമന്ത്രി ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ താങ്കൾക്ക് വിശ്വസിക്കുന്നത് അങ്ങനെ കോൺഗ്രസിൽ അങ്ങനെ ആരും പരസ്യമായി ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. തീർച്ചയായും കോൺഗ്രസിൽ അങ്ങനെ ആരും ഇതുവരെ പരസ്യമായി പറഞ്ഞിട്ടില്ല. ഓക്കെ, താങ്കൾക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കാൻ ശ്രീ രാമൻകുട്ടി, ഒരു കുഴപ്പമില്ല. നാട്ടുകാരും പക്ഷെ അങ്ങനെയല്ല വിശ്വസിക്കുന്നത് എന്നുകൂടി തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും. നാട്ടുകാർ പലതും പറയും സർ. നാട്ടുകാരും പലതും പറയും, കെ സുധാകരനും പലതും പറയും എന്നാണോ? അങ്ങനെയല്ല സർ, കെ സുധാകരൻ അങ്ങനെ പറഞ്ഞില്ല. പിന്നെ എങ്ങനെയാണ്? കോൺഗ്രസിലെ ഒരു നേതാക്കന്മാരും അങ്ങനെ ഞാൻ മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ. ഞാൻ പറഞ്ഞോ കോൺഗ്രസിലെ നേതാക്കളല്ല ആരെങ്കിലും ഞാൻ മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞു? ഞാൻ മുഖ്യമന്ത്രിയാണെന്നല്ല പറയുന്നത്, വേറെ അനുയായികളെ കൊണ്ടും മറ്റുള്ള ആളുകളെ കൊണ്ടും ഒക്കെ അല്ലേ എല്ലാവരും പറയിക്കുന്നത്. എന്ത് സാർ, അനുയായികൾ പല അഭിപ്രായം പറയും, നാട്ടുകാർ പല അഭിപ്രായം പറയും. അങ്ങനെ നാട്ടുകാരന് വെറും ഒരു നാട്ടുകാരനാണോ കെ സുധാകരൻ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ വിട്ടു. കെ സുധാകരനെ രാമൻകുട്ടി കാണുന്നത് ഒരു നാട്ടുകാരനായിട്ടാണെങ്കിൽ ഞാൻ വിട്ടു. അങ്ങനെ ഒരു തർക്കമില്ല എന്ന് ഞാനും പറയാം. അദ്ദേഹം തലമൂത്ത നേതാവാണ്. നാട്ടുകാരനും കൂടെ തലമൂത്ത മുതിർന്ന നേതാവും കൂടിയാണ്. അദ്ദേഹം പറഞ്ഞിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. പറഞ്ഞിട്ടില്ലെന്നാണ് വിശ്വാസം. ഫേസ്ബുക്ക് ഉണ്ടോ ശ്രീ രാമൻകുട്ടിക്ക്? ഉണ്ട് സർ. ഫേസ്ബുക്കിനകത്ത് കെ സുധാകരന്റെ പേജ് ഉണ്ടെന്ന് വായിക്കുമോ? ശരി, ഞാൻ വായിക്കാം. ശരി, ഇടയ്ക്കിടയ്ക്ക് ചാനലുകളും പത്രങ്ങളും ഒക്കെ കൂടി വായിക്കുന്നത് നല്ലതായിരിക്കും. ശരി, താങ്കൾക്ക് അങ്ങനെ വിശ്വസിക്കാം. ഓരോരുത്തർക്കും ഓരോ തരത്തിൽ. ശ്രീ കൃഷ്ണകുമാറാണ് കോഴിക്കോട് നിന്നാണ്. ശ്രീ കൃഷ്ണകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കോൺഗ്രസിൽ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ഒരു പരസ്യ വിവാദമൊന്നും ഇല്ല എന്നാണ് ചില കോൺഗ്രസ്സുകാരൊക്കെ അവകാശപ്പെടുന്നത്. ശരിയാണോ അത്? ഇത് ഏത് കാലത്തും ഇവര് തമ്മിലെന്താ അധികാരത്തിൽ വരുന്നത് തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഇത് ഇലക്ഷന് മുമ്പ് സൈലന്റ് ആയിരുന്നു. കാരണം അവർക്ക് മാൻഡേറ്റ് കിട്ടണം എന്നുള്ളതായിരുന്നു അതിന്റെ പ്രഥമ കാരണം. പക്ഷെ എല്ലാവരുടെയും മനസ്സിൽ ഈ നേതാക്കന്മാരൊക്കെ മനസ്സിൽ അവരൊക്കെ മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ചിരിക്കുന്ന ആൾക്കാരാണ്. ഇതിപ്പം സതീശനിലും രമേശ് ചെന്നിത്തലയിലും തുടങ്ങിയിട്ട് അത് ഇലക്ഷന് മുമ്പ് സൈലന്റ് ആയിട്ട് അങ്ങനെയായിരുന്നു. അതിനുശേഷം ഇത് സണ്ണി ജോസഫ് ഓരോരുത്തരുമായി ഇപ്പൊ KC വേണുഗോപാലും ഇപ്പോഴും അതിലേക്ക് ആ സ്ത്രീയിലേക്ക് കടന്നു വന്നു. അത് അധികം മീഡിയയിലും മറ്റ് സോഷ്യൽ ഇതിലും അദ്ദേഹത്തിനാണ് കൂടുതൽ കവറേജ് കൊടുക്കുന്നത്. ഇത് എല്ലാ കാലത്തും കോൺഗ്രസിലുള്ള, കാരണം അതില് എല്ലാവരും വരുന്നവനും പോകുന്നവനും ഒക്കെ മന്ത്രിസ്ഥാനവും അധികാരസ്ഥാനവും കണ്ടിട്ടാണ് അതിൽ പ്രവർത്തിക്കാറ്. അതാ പാർട്ടിന്റെ അപജയത്തിന് കാരണം അതാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ കൃഷ്ണകുമാർ. ശ്രീ സന്തോഷാണ് കാസർഗോഡ്. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് ഈ ഇപ്പോഴത്തെ ഈ വിവാദത്തെ, അനാവശ്യമായ വിവാദത്തെ കാണുന്നത്? ഞാൻ ഒരു സന്ദീപ് വാര്യർക്ക് വോട്ട് കൊടുത്ത് നഷ്ടമായി പോയെന്ന് തോന്നുന്നു. കാരണം ഞാനൊരു എപ്പോഴും കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇത് കാണിക്കുന്ന ഈ പരിപാടി എന്താന്ന് ഒരു മനസ്സിലാവുന്നില്ല. കാരണം KC വേണുഗോപാൽ ഛത്തീസ്ഗഡിൽ പോയ ഒരു അവസ്ഥയുണ്ട്, ഓർമ്മ ഉണ്ടാവുമല്ലോ. അവിടെ സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി പോകാൻ നിന്നതാ, തിരിച്ചിങ്ങോട്ട് പ്ലെയിനിൽ ഇറങ്ങേണ്ട വന്നു. ഇവിടെ വോട്ട് എണ്ണി കഴിഞ്ഞില്ല. ഇതിപ്പം ലീഗിന് ഇതിൽ ഇടപെടാം. ലീഗ് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഞങ്ങൾ LDF-ന് സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞാൽ മതി. കോൺഗ്രസിന് ഒറ്റയ്ക്ക് മത്സരിക്കും, ഇത് കിട്ടൂലല്ലോ, ഭൂരിപക്ഷം കിട്ടൂലല്ലോ. UDF ഇങ്ങനെ ഇതാക്കുവാണെങ്കിൽ ലീഗ് CPM-ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വാക്ക് പറഞ്ഞാൽ ഇവിടെ എല്ലാ പ്രശ്നവും അവിടെ നിൽക്കും. ഇല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് ഒറ്റ സീറ്റ് കോൺഗ്രസ് കൊടുക്കരുത്. ഞാൻ കോൺഗ്രസ്സുകാരനാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്. കാരണം ഇത്
ഈ കെ സി വേണുഗോപാൽ എന്തിനാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്? UDFന്റെ VD സതീശൻ ഇത്രയും പ്രതിപക്ഷം 5 വർഷം പ്രതിപക്ഷത്തിരുന്ന് ഒരു കോൺഗ്രസ് ഉണ്ട് എന്ന് പ്രതിപക്ഷം ഉണ്ടെന്ന് തെളിയിച്ചില്ലേ? എന്നിട്ട് ഈ കെ സി വേണുഗോപാൽ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ? MP മാർക്ക് സ്ഥാനം ഇവിടെ മത്സരിക്കാൻ പോലും അവസരം കൊടുക്കാതെ സുധാകരനെ അടക്കം വെട്ടിയില്ലേ? പിന്നെ എന്തിനാണ് ഈ കെ സി വേണുഗോപാൽ പോലെയുള്ളവർ? ഇപ്പൊ നേരത്തെ ഒരു പ്രേക്ഷകൻ പറയുന്നത് കേട്ടോ, പിന്നെ നേതാക്കളൊന്നും പറഞ്ഞില്ലാന്ന്. ഈ അണികൾ പറയുന്ന നേതാക്കൾക്ക് അത് തിരുത്തിക്കൂടെ? എന്തെങ്കിലും പറയുന്നുണ്ടോ? ഈ കെ സി വേണു പോലും ഒന്നും പറഞ്ഞില്ലല്ലോ. അണികളാ ആരാ പറഞ്ഞാലും ഇവർക്ക് ഇത് തിരുത്താം. ഇവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് വരെ ഒരു മാധ്യമത്തിന് മുമ്പിൽ ഞങ്ങൾ മുഖ്യമന്ത്രി ആവുന്നില്ല എന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞിട്ടില്ല. കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കേരളത്തിലെ നേതാക്കൾ അത് നയിച്ചു. അതായത് VD സതീശൻ, രമേശ് ചെന്നിത്തല എല്ലാവരും നയിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്കാണ് ഒരു മുൻഗണന ഉള്ളത്. അതായത് കെ സി വേണുഗോപാൽ ഇവിടെ കേരളത്തിൽ വന്ന് പിന്നെ മുഖ്യമന്ത്രി ആവേണ്ട യാതൊരു ആവശ്യമില്ല. ഈ BJPയെ പ്രതിരോധിക്കാൻ വേണ്ടി കേന്ദ്രത്തിൽ പോയ ആളല്ലേ? ആ കേന്ദ്രത്തിൽ നിന്നാ പറയാം. ഇപ്പം പ്രതിരോധിച്ചു കഴിഞ്ഞ് കേരളത്തിലേക്ക് വന്നോ? ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെയ് 4 വോട്ടെണ്ണുമ്പോൾ ഈ സർക്കാർ കിട്ടരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് ജനങ്ങളെ കോമാളിയാക്കുന്ന ഒരു സ്വഭാവം കാണിക്കാൻ പാടില്ല. ഒരു വൃത്തികെട്ട രാഷ്ട്രീയമായി കോൺഗ്രസ് അധപ്പതിക്കാൻ പാടില്ല എന്നതാണ് ഒരു കോൺഗ്രസ്സുകാരന്റെ എല്ലാ ദേഷ്യം വെച്ചുകൊണ്ടെന്ന് ഞാൻ പറയാണ്. കാരണം ഞാൻ വോട്ട് ചെയ്ത് വെറുതെ ആയിപ്പോയി, നോട്ടയ്ക്ക് വോട്ട് ചെയ്ത് മതിയായിരുന്നു. കാരണം 10 വർഷം കാത്തിരുന്നിട്ട് ഒരു സർക്കാർ ഉണ്ടാക്കാൻ കിട്ടുന്നതാണ്. ഇവർ കോൺഗ്രസിന് വേണ്ടിയിട്ടാണോ, കോൺഗ്രസിനെ വളർത്താനാണോ, അല്ലെ രാഷ്ട്രീയ നേതാക്കളെ വളർത്താനാണോ നിൽക്കുന്നത്? നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞു കേട്ടു, സുധാകരൻ തലമൂത്ത നേതാവ്. തലമൂത്തല്ല, തലയ്ക്ക് മൂത്തതാണോ ഇപ്പൊ സംശയം വരുന്നത്. ഓരോ ദിവസങ്ങൾ മാറി മാറി അതും ഇതും പറയുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് സപ്പോർട്ട് ചെയ്തു. ഒരു PJ കുര്യനുണ്ട്, അയാളും മൈക്ക് കിട്ടി അന്നേരം രമേശ് ചെന്നിത്തല. ഞാൻ നോക്കട്ടെ, ഇവർ കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിർണയിച്ചിട്ടില്ല. ഏത് സമയത്തും പ്രതിപക്ഷ നേതാവാണ് ഇവിടെ മുഖ്യമന്ത്രി ആവുന്നതും. ആ കീഴ്വഴക്കം സൃഷ്ടിച്ചാൽ പോരെ? എന്തിനാണ് ഇവർ തമ്മിൽ? അനിൽകുമാർ പിന്നെ ഇവിടെ കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്തേക്ക് പോകുന്നു, തങ്ങളുടെ അടുത്തേക്ക് പോകുന്നു. ഇവരെന്തിനാണ് ആവശ്യം? ഇപ്പൊ പിന്നെ കെ സി വേണുഗോപാൽ തന്നെ അയാളെ ഭാഗത്തുള്ള നിൽക്കുന്ന MLA-മാരെയാണ് നിർത്തിയേക്കുന്നത്. ഞാൻ പറഞ്ഞു, കെ സി വേണുഗോപാൽ അഥവാ ഇനി പിന്നെ പാർലമെന്റ് രാജിവെച്ച് നിയമസഭയിൽ മത്സരിക്കുകയാണെങ്കിൽ ആ നിയമസഭയിൽ അയാളെ തോൽപ്പിക്കണം. അവിടെ നിൽക്കുന്ന ഏത് മണ്ഡലത്താണ് നിൽക്കുന്നത് വെച്ചാൽ ആ മണ്ഡലത്തിൽ നിന്ന് അയാളെ തോൽപ്പിക്കണം. കോൺഗ്രസ് ഭരണം കിട്ടിയില്ല എന്നല്ല, ഇതൊരു പാഠം പഠിപ്പിക്കലും കൂടെ ആയിരിക്കണം. അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും കൊടുക്കാത്ത രീതിയിലേക്ക് UDFനെ കൊണ്ടുവരികയും ചെയ്യണം. അതാണ് കോൺഗ്രസ് പ്രവർത്തകനായ താങ്കളുടെ വികാരം മനസ്സിലാവുന്നു. അത് നേതാക്കൾ കൂടി മനസ്സിലാക്കേണ്ടതാണ്. ശ്രീ ഷിബു ആണ് അങ്കമാലിയിൽ നിന്ന്. ശ്രീ ഷിബു, താങ്കൾ എങ്ങനെയാണ് ഈ വിവാദത്തെ, അനാവശ്യ വിവാദത്തെ കാണുന്നത്? ഞാൻ പറയുന്നത് സാറേ, ഇത് ജനങ്ങളെ മൊത്തം വിഡ്ഢിയാക്കുന്ന ഒരു ഇതാണ്. കാരണം ഇവര് വോട്ട് ചോദിക്കുന്ന വ്യക്തിക്ക് ഒരു വ്യക്തതയില്ല ആര് മുഖ്യമന്ത്രി ആവുമെന്ന്. വോട്ട് ചെയ്യുന്ന ജനങ്ങളോട് പറയുന്നില്ല ആരാണ് മുഖ്യമന്ത്രി ആവുന്നതെന്നുള്ളത്. പണ്ടത്തെ രാജഭരണത്തിലും വളരെ മോശമായിട്ടാണ് വരുന്നത് ഇപ്പോ. കാരണം ഇപ്പൊ ഞങ്ങൾ വോട്ട് ചെയ്ത് ഞങ്ങളുടെ വോട്ടിന് ഒരു വിലയില്ലാതെ വോട്ട് ചെയ്തിട്ട് നാളെ ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത് ഇന്ന ആള് വേണമെന്ന്. അപ്പൊ പണ്ട് രാജാവ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് മുഖ്യമന്ത്രി അല്ലല്ലോ ശ്രീ ഷിബു. നേരത്തെയും കേരളത്തിലെ ഇടതുമുന്നണിയും കോൺഗ്രസും ഒക്കെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചൊന്നും അല്ലല്ലോ മത്സരിക്കുന്നത്. പാരമ്പര്യമായിട്ട് കോൺഗ്രസ്, എന്റെ അപ്പനായിട്ടുള്ള ഇതിനകത്ത് ഞാൻ കോൺഗ്രസ്സുകാരനായിട്ട്. അല്ല, അത് കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് പ്രഖ്യാപിച്ചിട്ടൊന്നുമല്ല. കേരളത്തിൽ ഇന്നയാൾ മുഖ്യമന്ത്രി ആവുമെന്ന് പ്രഖ്യാപിച്ചല്ല പല മത്സരങ്ങളിലും നേരിട്ടിട്ടുള്ളത്. ആരാണ് മുഖ്യമന്ത്രി ഒന്നും പ്രഖ്യാപിക്കാറില്ല. പിന്നീട് തെരഞ്ഞെടുക്കുന്നത് കേരളത്തിലെ പാർലമെന്ററി പാർട്ടി യോഗമാണ് തെരഞ്ഞെടുക്കുന്നത്. അതിൽ ഹൈക്കമാൻഡിന് സ്വാഭാവികമായും ഹൈക്കമാൻഡ് തീരുമാനത്തിന് വലിയ മേൽക്കൈയൊക്കെ ഉണ്ടാവും. അത് ശരിയാണ്. ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട്, നാളെ എന്ത് കഴിക്കണം, എന്ത് ഡ്രസ്സ് ചെയ്യണം. അപ്പൊ ഒരു വോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വോട്ടിൽ ആര് വരണം എന്നുള്ളൊരു ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ലേ? അതില്ലാണ്ടായി. അപ്പൊ അത് രണ്ടു മുന്നണിയും പറഞ്ഞിട്ടില്ലല്ലോ ആര് വരുമെന്ന്. ജയിച്ചാൽ ആര് മുഖ്യമന്ത്രി ആവുമെന്ന് രണ്ടു മുന്നണിക്കാരും പറഞ്ഞിട്ടില്ലോ. അല്ല, ഇവിടെ 10 ആളല്ലേ സാറേ റെഡി ആയിട്ട് നിൽക്കുന്നത്. ഇതുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുത്തുന്നത് എനിക്കറിയില്ല. കേരളത്തിൽ അങ്ങനെ ഇന്നയാൾ ജയിച്ചാൽ ഇന്നയാൾ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞല്ല LDF ആയാലും UDF ആയാലും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പിന്നീട് തീരുമാനിക്കുന്നത്. പലപ്പോഴും പ്രധാനപ്പെട്ട നേതാവ് ആവാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള ചില തോന്നലുകൾ ജനങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. അതിനപ്പുറത്തേക്ക് ഇല്ലല്ലോ. ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരം. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്താണ് താങ്കളുടെ പാർട്ടി ഇങ്ങനെ ഇത്തരം വിഷയത്തിലൊക്കെ ഒന്ന് മെയ് 4-ാം തീയതി വരെയെങ്കിലും കാത്തിരുന്നിട്ട് വേണ്ട ഈ പരസ്യ പ്രസ്താവനകളൊക്കെ നടത്താൻ? എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് രഹസ്യമായി ഉള്ളിക്കൂടെ നടത്തുക എന്നതിനപ്പുറത്തേക്ക് ഈ പ്രവർത്തകരെ അടക്കം നാണം കെടുത്തുന്ന രീതിയിലേക്ക് ഇവർ മാറേണ്ടതുണ്ടോ? സാറേ നമസ്കാരം. നമസ്കാരം. യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരാണെന്ന് പറഞ്ഞു ഷിബു കോൺഗ്രസ്സുകാരനല്ല.
അയാൾക്ക് കോൺഗ്രസിന്റെ ABCD അറിയാമെങ്കിൽ അയാൾ ഇങ്ങനെ പറയില്ല. അതൊന്ന്. പല കമ്മ്യൂണിസ്റ്റുകാരും BJP-ക്കാരും കോൺഗ്രസ്സുകാരാണെന്നും പറഞ്ഞുകൊണ്ട് അവരെ നാട്ടിക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കേസ് സാറേ, ഈ നേതാക്കന്മാരാരെങ്കിലോ നാട്ടുകാരെങ്കിലോ നിങ്ങളോട് മുഖ്യമന്ത്രി എനിക്കാവണമെന്ന് വല്ലതും പറഞ്ഞോ? എനിക്കറിയാൻ മേലാത്തത് ചോദിക്കാൻ ഒരു മറുപടി എന്നാ കൊള്ളാം. എനിക്കും അറിയാൻ മേലാഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇങ്ങനെ ഒരു തർക്കം നാട്ടിൽ നടക്കുന്നതായി ജയകുമാറിന് ഇതുവരെയും ബോധ്യപ്പെട്ടില്ലേ? അല്ല, എനിക്ക് ബോധ്യപ്പെടും. വിളിക്കണവരെ ആരെന്ത് വിളിച്ച് സംശയം ചോദിക്കുക ഇത് ചെയ്ത് അവർ തീരെ ഒരുപാട് മോശക്കാരാക്കരുത്. ഞാൻ എന്താ പറയുന്നത്, കേരളത്തിലെ ശ്രീ ജയകുമാർ മോശക്കാരനാക്കിയതാണോ? കേരളത്തിൽ ഇത്രയും വലിയ ചർച്ച നടക്കുന്നു. ഇന്നലെ മുതൽ രാത്രി മുതൽ ചാനലുകൾ കൊടുക്കുന്നു. ഇന്ന് പത്രങ്ങളിലെല്ലാം തന്നെ വാർത്തയുണ്ട്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഈ അങ്ങനെ ഒരു വിഷയം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി കോൺഗ്രസ്സുകാർ തമ്മിൽ ഒരു തർക്കവുമില്ല എന്ന് താങ്കൾ പറഞ്ഞാൽ പിന്നെ ഞാൻ തിരിച്ചെന്ത് ചോദിക്കണം? അല്ലല്ല, ഞാൻ പറയട്ടെ, സുധാകരന്റെ പോസ്റ്റ് ഞാൻ കണ്ടു. ഒന്ന്, താങ്കൾ അതിപ്പോ വായിക്കുകയും ചെയ്തു. രണ്ട്, താങ്കൾ ഒരു മാധ്യമ പ്രവർത്തനമാണല്ലോ. അങ്ങേയറ്റത്തെ നല്ലൊരു മാധ്യമ പ്രവർത്തനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയട്ടെ, ഈ സുധാകരൻ സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടാക്കുമെന്നും പറഞ്ഞ് കേന്ദ്രത്തിൽ ചെന്നപ്പോൾ അവിടുന്ന് താൻ പോയി പാർട്ടി ഉണ്ടാക്കുന്ന പറഞ്ഞു വിട്ട അദ്ദേഹത്തിലൂടെ എന്താണ് അദ്ദേഹത്തിലൂടെ കേന്ദ്രം പറഞ്ഞു വിട്ടത്? MP-മാർക്ക് ഇവിടെ സീറ്റ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാണ് വിട്ടത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു MP-യെ പിടിച്ചുകൂടെ മുഖ്യമന്ത്രി ആക്കുവോ? സുധാകരന് ഇവിടെ വരുമ്പോഴത്തേക്ക് അങ്ങനെ താങ്കൾക്കൊന്ന് ആലോചിക്കാമല്ലോ. എനിക്ക് പറയാൻ കഴിയും. എന്നെ സംബന്ധിച്ച് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ ഇപ്പോൾ താങ്കളോട് തന്നെ കൃത്യമായി പറയുകയാണ്. കോൺഗ്രസ് ജയിച്ചാൽ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ള 3 പേരുകൾ ഉണ്ട്. ആ 3 പേരുകളിൽ ഒരു പേര് KC വേണുഗോപാലിന്റെ പേര് കൂടിയാണ്. അത് ആവില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ എന്തായാലും തൽക്കാലം കഴിയില്ല. എനിക്കെന്നല്ല, കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തനം ആവില്ല എന്നോ ആവുമെന്നോ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു അവസ്ഥ നിലവിലില്ല. സുധാകരൻ ഒഴിച്ച് ഒരു കോൺഗ്രസ് ആരും അത് പറഞ്ഞിട്ടില്ല. സുധാകരൻ പറയാൻ കാരണം അദ്ദേഹത്തെ അവിടുത്തെ പറഞ്ഞു വിട്ടതാണ്. സുധാകരനെ തള്ളി പറയാൻ തയ്യാറാവുന്നില്ലല്ലോ കോൺഗ്രസ് നേതൃത്വം. ആ ഒരു കാര്യത്തിൽ ആരും സംസാരിക്കാന്ന് പറയുമ്പോൾ വേറെ ആരും സംസാരിക്കുന്നില്ലല്ലോ. സുധാകരൻ അങ്ങനെ ഒരു കുറഞ്ഞ നേതാവാണോ? ഈ നാട്ടിൽ KPCC-യുടെ അധ്യക്ഷനായിരുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവല്ലേ? സുധാകരനെ നേരത്തെ ഇവിടുന്ന് പറഞ്ഞു വിട്ട് നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു വിട്ടതല്ലേ? പിന്നെ ഇവിടെ പിടിച്ച് നിൽക്കുകയല്ലേ സുധാകരനെ കണക്കിലെടുത്തിട്ടില്ല എങ്കിൽ പിന്നെ അദ്ദേഹത്തിന് MLA ആയിട്ട് മത്സരിക്കാൻ കൊടുക്കില്ലായിരുന്നോ? ഇന്നും ദീപദാസ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാം, ഒരക്ഷരം ആരും മിണ്ടരുതെന്നാണ് പറയുന്നത്. അവരാരും മിണ്ടുന്നുമില്ല. സുധാകരൻ പോസ്റ്റ് ഇട്ടത് അയാൾക്ക് എന്തായാലും കൊടുക്കില്ല. സതീശനാണ് ഇതിന്റെ ആളെന്നാണ് അയാളെ ധാരണ. അപ്പൊ കലക്കി രമേശിന് വാങ്ങിച്ചു കൊടുക്കണം. സതീശും വേണുഗോപാലും കൂടെ അടിയുണ്ടാക്കുമ്പോഴത്തേക്ക് മധ്യസ്ഥ എന്നുള്ള നിലയ്ക്ക് രമേശിന് വാങ്ങിക്കൊടുക്കണം. ഇതാണ് സുധാകരന്റെ ഇത്. ഇതിൽ ആർക്കും പ്രതികരിക്കാൻ ഇവിടുത്തെ നേതാക്കന്മാർക്ക് സൗകര്യമില്ല. അല്ലാതെ ഇവരാരും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇവിടെ മുഖ്യമന്ത്രിയാണെന്ന് KC പറഞ്ഞിട്ടുണ്ടോ? VD സതീശൻ പറഞ്ഞിട്ടുണ്ടോ? ഇത്രയും പാടോട്ട് വിറവോട്ടി വെള്ളം കോരിയത് VD സതീശനാണ്. അദ്ദേഹത്തിന് കൊടുക്കാതെ ഇവിടെ വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ ഇവിടെ കിടന്ന് കലക്കിയെന്നും പറഞ്ഞ് ഇത് കലങ്ങേന്നുമില്ല. ആദ്യം ഒന്ന് ജയിക്കട്ടെ. നമ്മുടെ പ്രതീക്ഷയല്ലേ ജയിക്കുന്നു. ജയിച്ച് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം നമുക്ക് എന്താണെന്നുള്ളത്. അതൊരു ആര് കലക്കിയാലും ഇവിടെ ആർക്കും അതിന് മറുപടി അറിയാൻ സമയമില്ല. ശരി, ജയകുമാറിന്റെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ സുബ്രഹ്മണ്യനാണ് ഇപ്പോൾ ഓരോരുത്തരും അവരവരുടെ രാഷ്ട്രീയ പാർട്ടി. ജയകുമാറൊക്കെ സ്ഥിരം വിളിക്കുന്ന ആളാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ പ്രവർത്തനമാണ്, നമുക്കറിയാം. അറിയാവുന്ന വെച്ചാൽ അദ്ദേഹം സ്ഥിരമായി കോൺഗ്രസിന് വേണ്ടി അഭിപ്രായം പറയുന്ന ഒരാളാണ്. മറ്റ് ചിലരെ വിളിക്കുന്ന ആൾ കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് പറഞ്ഞാൽ എനിക്ക് കോൺഗ്രസ് പ്രവർത്തകനാണോ ഇനി CPM പ്രവർത്തകനാണോ എന്ന് തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അവർ പറയുന്നത് വിശ്വാസത്തിലെടുത്ത് നമുക്ക് അഭിപ്രായം കേൾക്കുക എന്ന് മാത്രമേ നിർവാഹമുള്ളൂ. അതുകൂടി അറിയിക്കുകയാണ്. ശ്രീ സുബ്രഹ്മണ്യനാണ് പെരുമ്പാവൂരിൽ. ശ്രീ സുബ്രഹ്മണ്യൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കിരൺ സാർ നമസ്കാരം. നമസ്കാരം കിരൺ സാർ, ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവര് തമ്മിൽ തല്ലി തുടങ്ങിയതുകൊണ്ട് ജനം ഇവരെ ഭരണം ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മൾക്ക് 4-ാം തീയതി 12 മണിയാകുമ്പോഴേ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. പിന്നെ സതീശനൊക്കെ വേണ്ടി വാദിക്കുന്നവര് അയാളൊരു ബഹളിയാ സാറേ. അയാൾ രാവിലെ പറയുന്നതല്ല ഉച്ചയ്ക്ക് പറയുന്നതല്ല വൈകിട്ട് പറയുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി ആവാൻ യോഗ്യത ഉള്ളത് രമേശ് ചെന്നിത്തല തന്നെയാണ്. കരുണാകരൻ മന്ത്രിസഭയില് ഗ്രാമവികസനം കൈകാര്യം ചെയ്ത രമേശ് ചെന്നിത്തല. ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നുണ്ട്. മുരളീധരൻ ഇവരെയൊക്കെ കുറിച്ചിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ രമേശ് ചെന്നിത്തല ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കുക. രമേശിന് അറിയാം 4-ാം തീയതി ഏകദേശം ഒരു 12 മണിയാവുമ്പോഴേക്ക് ഹൈക്കമാൻഡ് പറയും രമേശ് മുഖ്യമന്ത്രി ആകണമെന്ന് പറയും എന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാം. രമേശിനൊരു അവസരം കിട്ടട്ടെ എന്നാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ സുബ്രഹ്മണ്യനാണ് പെരുമ്പാവൂരിൽ നിന്നും പ്രതികരിച്ചത്. മറ്റേ ഒരു പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ ഇടവേളയിലേക്ക്.
കളിക്കളം റെഡി. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആരാവണം എന്നതിനെ ചൊല്ലി പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങൾ പലരും നടത്തുന്നുണ്ട്. ഇതേ ചൊല്ലിയുള്ള തർക്കങ്ങളും കോൺഗ്രസിൽ നിലനിൽക്കുകയാണ്. ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ മൈക്കിളാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ മൈക്കിൾ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വോട്ട് ചെയ്ത നാട്ടുകാരെ, വോട്ടിനു വേണ്ടി വീടുകൾ തോറും കയറിയിറങ്ങിയ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരെ, അവരെയൊക്കെ നോക്കി കൊഞ്ഞണം കുത്തുന്നതിന് തുല്യമല്ലേ നേതാക്കളുടെ ഈ തരത്തിലേക്കുള്ള പ്രതികരണങ്ങൾ? ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, താങ്കളടക്കമുള്ളവരുടെ പ്രവർത്തകരെ യഥാർത്ഥത്തിൽ നേതാക്കൾ ഈ തരത്തിൽ നാണം കെടുത്തേണ്ട കാര്യമുണ്ടോ? തികച്ചും അനാവശ്യമായ ഒരു വിവാദത്തിനാണ് ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത്. കാരണം സുധാകരന് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ്. അദ്ദേഹം ഈ ഇങ്ങനെ ഒരു പ്രസ്താവന അതിന് കമന്റ് ചെയ്യാൻ പോയ കോൺഗ്രസുകാർക്കും അറിയാം. കോൺഗ്രസിനൊരു രീതിയുണ്ട്, ഒരു ചിട്ടവട്ടങ്ങളുണ്ട് ഈ മുഖ്യമന്ത്രിയൊക്കെ തിരഞ്ഞെടുക്കുന്നതിൽ. അത് അവര് അതിൻ്റെതായ രീതിയിൽ അത് നിർവഹിക്കുക തന്നെ ചെയ്യും. അതിനൊന്നും ഒരു പ്രയാസവും ഉണ്ടാകുകയില്ല. ഈ 3 നേതാക്കളും മുഖ്യമന്ത്രിയാകാൻ യോഗ്യരാണ്. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. എല്ലാ കോൺഗ്രസുകാർക്കും കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും അറിയാവുന്ന കോൺഗ്രസിൽ 3 പ്രഗത്ഭരായ നേതാക്കന്മാരുണ്ട്. അവർ 3ഉം ഇതിന് യോഗ്യരാണ്. പക്ഷെ ചില സംഗതികൾ അത് AICC ആണ് തീരുമാനിക്കേണ്ടത്. കാരണം പുതിയ കാലത്ത് നമ്മുടെ കേരളത്തെ നയിക്കാൻ ആരാണ് വരേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് AICC ആണ്. എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമുണ്ട്. അത് ഞാൻ പ്രകടിപ്പിക്കേണ്ട സമയമല്ല ഇത്. ആ സമയത്തുള്ള അഭിപ്രായ പ്രകടനങ്ങള് പാർട്ടി പ്രവർത്തകരെ വല്ലാതെ പ്രയാസപ്പെടുത്തും. പാർട്ടി പ്രവർത്തകർ ഇതിനു വേണ്ടി ആത്മാർത്ഥമായി ഊണും ഉറക്കവും സമയവും ഒക്കെ ചെലവഴിച്ച് ഇതിനു വേണ്ടി ഈ ഒരു സംവിധാനത്തെ ഭരണത്തിൽ കൊണ്ടുവരാൻ വേണ്ടി അധ്വാനിച്ച ആളുകളെയൊക്കെ നിരാശപ്പെടുത്തുന്ന രൂപത്തിലാണ് ഈ ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ചയ്ക്ക് ഒരിക്കലും ഈ സുധാകരൻ ഒഴിമരുന്നിടാൻ പാടില്ലായിരുന്നു. സുധാകരനെ നിരാശയിൽ നിന്ന് ഉണ്ടായ ഒരു സംഗതിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം പരിഹാസ്യനായ വളരെ മോശക്കാരനായ രീതിയിൽ ഇപ്പോൾ AICCന്റെ ഇടയിലും KPCCന്റെ ഇടയിലും ഒക്കെ ആ രീതിയിലാണ് ഉള്ളത്. അപ്പൊ അദ്ദേഹത്തിന് അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് അടുത്ത പ്രേക്ഷകരിലേക്ക് പോകേണ്ടതുണ്ട്. ജസ്റ്റിനാണ് തൃശ്ശൂരിൽ നിന്ന്. ജസ്റ്റിനെയൊക്കെ കടക്കും മുമ്പ് വളരെ വേഗത്തിൽ 1-2 യൂട്യൂബ് കമന്റുകൾ കൂടി വായിക്കാം. ജയിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയാനുമില്ല. രഘുനന്ദനൻ തിരുവില്ലാമരമാണ് പറയുന്നത്. രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാവാൻ യോഗമില്ല, കേരളം മുഖ്യമന്ത്രിയെങ്കിലും ആക്കണ്ടേ എന്ന് ശിവൻ കാരോളിൽ പറയുന്നു. അതോടൊപ്പം തന്നെ 1960-കൾ മുതൽ ഞാൻ കോൺഗ്രസ് രാഷ്ട്രീയം കാണുന്നുണ്ട്. കോൺഗ്രസ് എന്നും ഇങ്ങനെ തന്നെയാണ്, എന്നെ തല്ലേണ്ട അമ്മാവ എന്ന കഥ പോലെയാണെന്ന് AK കൃഷ്ണൻകുട്ടി പറയുന്നു. മര്യാദയ്ക്ക് കമൻറ്റ് വായിക്കാൻ പോലും അറിയാത്ത അവതാരകൻ എന്നാണ് ശശിധരൻ പിള്ളയുടെ കമൻറ്റ്. എന്തായാലും അത് മര്യാദയ്ക്ക് തന്നെയാണ് വായിച്ചത് എന്ന് ഞാൻ കരുതുന്നു. സോണിയെ മുഖ്യമന്ത്രിയാക്കണം, അതിനുള്ള കളികളാണ് നടക്കുന്നതെന്ന് പ്രമോദ് നാണു പറയുന്നു. പ്രസാദ് നെല്ലിയാമ്പതി വോട്ട് ചെയ്ത ജനങ്ങളെ വിഡ്ഢികളാക്കരുതെന്ന് പറയുന്നു. എന്തായാലും VD സതീശൻ തന്നെയാണ് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഏറ്റവും അർഹരെന്നാണ് ഫ്രാൻസിസ് പോരാട്ടുകര പറയുന്നത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ചെന്നിത്തല, ഉപമുഖ്യമന്ത്രി സതീശൻ എന്നൊക്കെ പറഞ്ഞ് ചില കമൻറ്റുകൾ വന്നു. ശശിധരൻ പിള്ള പറയുന്നു എല്ലാവരും ജാഗ്രത പാലിക്കുക, സമയം 4:40 കഴിഞ്ഞ് ഉടൻ തന്നെ മണിമല കൃഷ്ണൻകുട്ടി എത്തിച്ചേരുന്നതാണ് എന്നൊക്കെ പറയുന്നു. അതോടൊപ്പം തന്നെ കുറേയേറെ കമൻറ്റുകൾ കൂടിയുണ്ട്. എന്തായാലും നമുക്ക് ജസ്റ്റിൻ തൃശ്ശൂരിലേക്ക് തന്നെ പോകാം. ശ്രീ ജസ്റ്റിൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ സമയത്ത് ഇത്തരമൊരു ചർച്ചയിലേക്ക് പോയാൽ അത് ആ പാർട്ടിക്കും പാർട്ടി പ്രവർത്തകർക്കും നാണക്കേടാണെന്ന് അറിയാത്തവരല്ലല്ലോ ഈ കോൺഗ്രസിന്റെ ഈ പോസ്റ്റൊക്കെ ഇടുന്ന K സുധാകരനെ പോലെയുള്ള നേതാക്കൾ. ഒരു മിനിറ്റ് പറഞ്ഞോളൂ. താങ്കൾ ആ TV ഒന്ന് മ്യൂട്ട് ചെയ്താൽ കൃത്യമായി പറയാം. TV മ്യൂട്ട് ചെയ്യോ? ജസ്റ്റിൻ എന്നാൽ വെയിറ്റ് ചെയ്യൂ. നമുക്ക് അടുത്ത പ്രശ്നത്തിലേക്ക് പോയിട്ട് ജസ്റ്റിനിലേക്ക് വരാം. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ കോൺഗ്രസിന്റെ ഒരു പഴയ ശീലം അവരിപ്പോഴും വിട്ടുമാറാൻ തയ്യാറല്ല എന്ന് തന്നെയാണോ? നമസ്കാരം. അതായത് ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടൊക്കെ പെട്ടിയിലുമായി ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ ഓരോരോ പണിക്ക് പോയി, ഓരോരുത്തർ ഓരോ തിരക്കിലായി.
CPM-ന്റെ കാര്യത്തിലാണെങ്കിൽ അവരവരുടേതായ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നു. അവർ കമ്മിറ്റികൾ കൂടുന്നു, പോളിറ്റ് ബ്യൂറോ കൂടുന്നു, എല്ലാം അതങ്ങനെ മുറപോലെ നടക്കുക. റിസൾട്ട് വരുമ്പോഴേക്ക് മാത്രം മതി അവരെ സംബന്ധിച്ച് ഇതിനെപ്പറ്റി എന്തെങ്കിലും ആലോചിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ കോൺഗ്രസ് അങ്ങനെയല്ല. കോൺഗ്രസ് ഒരു പ്രതിസന്ധിപ്പെട്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ വയനാട്ടിലെ ഫണ്ട് പിരിച്ച കാശില്ലാതെയായി. ഇനി അവർക്ക് വീട് വെച്ചു കൊടുക്കണം. പൈസ എങ്ങനെ ഉണ്ടാവും? ഇനിയും ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം അവർക്ക് അധികാരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവരെങ്ങനെ വീട് വെക്കും? ആരെങ്കിലും പിരിവ് കൊടുക്കുവോ, ഫണ്ട് കൊടുക്കുവോ? ഇല്ലല്ലോ. അതുകൊണ്ട് അവർക്ക് പോയി ചെയ്യേണ്ടത് ഇവർ അധികാരത്തിൽ വരുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കണം. അങ്ങനെ പ്രതീതി ഉണ്ടാക്കി കുറച്ച് പൈസ പിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കളിയാണ് നടക്കുന്ന ഒന്നാമത്തെ കാര്യം. അല്ലെങ്കിൽ ആരും പൈസ കൊടുക്കില്ല. വയനാട്ടിൽ ഒരു വീട് പോലും വെച്ച് കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു നാണക്കേട് അവർ ചരിത്രകാലം അടുത്ത നൂറ്റാണ്ട് മുഴുവൻ അനുഭവിക്കേണ്ടി വരും. അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. പിന്നെ ഈ KC വേണുഗോപാൽ എന്ന് പറയുന്ന നമ്മുടെ നേതാവ് വെറുതെയാണോ രാജ്യസഭാ സീറ്റൊക്കെ കളഞ്ഞിട്ട് കേരളത്തിലേക്ക് വന്നിരിക്കുന്നത്? വെറുതെയൊന്നും അല്ലല്ലോ. അപ്പൊ അതിനുള്ള വഴി വെട്ടുകയാണ് പുള്ളി. അതിന് പുള്ളിയാനുള്ള കാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത്, രാജ്യസഭാ സീറ്റ് കളഞ്ഞ് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതിനെയൊക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് കോൺഗ്രസ് ഗുണമുണ്ടായില്ല. ആ അവസ്ഥയും കഴിഞ്ഞു. പുള്ളിയുടെ ലക്ഷ്യം മാറി. ഇനി ഉടനെ ഡൽഹി പോയി എന്ന് രക്ഷപ്പെടിക്കാൻ പോകുന്നില്ല എന്നറിയാം. ഇപ്പൊ പാർലമെന്റ് അവതരിപ്പിക്കുന്ന ബില്ലൊക്കെ അറിയാമല്ലോ. അപ്പൊ ഡൽഹി പോയി ഒന്നും വേണുഗോപാലിനൊന്നും സാധിക്കാനില്ല. ഇനി വേണുഗോപാലിന് ഇവിടെ കേന്ദ്രമാക്കാൻ പോകുന്നത് കേരളമാണ്. അതിനുവേണ്ടി വഴിവിട്ടുക ചെയ്യുന്നത്. അതിന് പറ്റിയ ആളെ സുധാകരനെ കിട്ടിയിട്ടുണ്ട്. കാരണം സുധാകരനും സതീശനും തമ്മിൽ നല്ല ഒരു പോട്ടിയുണ്ടല്ലോ, അവർ തമ്മിൽ യുദ്ധമുണ്ടല്ലോ. സതീശനെ സുധാകരൻ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. മൈക്കിക്കൂടെ തന്നെ ചീത്ത പറയുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ ആരാണ് ഒരു പാവം ചെന്നിത്തലയ്ക്ക് യുദ്ധം ചെയ്യാനുള്ള ഒരംഗത്തിനുള്ള ബാല്യമൊന്നും ചെന്നിത്തലയ്ക്കും ഇല്ല. അതുകൊണ്ട് KC വേണുഗോപാലാണ് ഇനി ഷൈൻ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ശ്രീ കൃഷ്ണൻകുട്ടി, ചെന്നിത്തലയൊക്കെ സീസൺഡ് പൊളിറ്റീഷ്യന്മാരാണ്. ചെന്നിത്തലയൊക്കെ പ്രായത്തിൽ തന്നെ ഇതെല്ലാം കളിച്ച് കരുണാകരന്റെ കളരിയിൽ നിന്ന് വന്ന ആളുകളാണ്. അദ്ദേഹത്തിന് അങ്ങനെ അതിനുള്ള ശേഷിയില്ല എന്നൊന്നും കരുതരുത്. ഇല്ല, അതൊക്കെ ശരി. ആ കാലം പോയി. പുള്ളിയുടെ നല്ല കാലം പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനി ചെന്നിത്തലയുടെ കാലമല്ല വരുന്നത്. ആ കാലമൊക്കെ പോയതാ. ഇനി പിന്നത്തെ കാര്യം, ഇനി ഇവർക്ക് ഭൂരിപക്ഷം കിട്ടുമോ എന്നുള്ളതാണല്ലോ അടുത്ത ചോദ്യം. അവർക്കാകെ 21-22 സീറ്റുണ്ട്. അത് വെച്ചിട്ട് 72ലേക്ക് എത്തുന്ന ഒരു സ്വപ്നമുണ്ടല്ലോ. അതെങ്ങനെ നടക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. അതായത് ചാനലുകളൊക്കെ അവരുടെ സർവേയിലൊക്കെ പറഞ്ഞത് സാധ്യത കൂടുതൽ ഇടതുപക്ഷത്തിനാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇവരുടെ കാര്യം എന്താവുമെന്നും അറിയില്ല. ഇവരിങ്ങനെ ഇത്തരം വാർത്തകളെങ്കിലും ചാനലുകളെയൊക്കെ അംഗീകരിക്കുന്നതിൽ എന്തായാലും അയ്യോ, ഞാൻ അംഗീകരിച്ചതല്ല, ഞാൻ തള്ളി പറഞ്ഞതുമല്ല. ഞാൻ പറഞ്ഞത് കേരളത്തിലെ തിരിച്ചും പറഞ്ഞേനെ. എന്തായാലും പോട്ടെ, നമുക്ക് കേരളത്തിലെ അവസാനിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി വിഭാഗത്തിൽ കിടക്കേണ്ടതുണ്ട്. ശ്രീ അബ്ദുൽ മജീദാണ്, ആലപ്പുഴയിൽ നിന്നാണ്. ശ്രീ അബ്ദുൽ മജീദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഇത്തരം ഒരു ചർച്ച തുടങ്ങി വെക്കേണ്ട കാര്യമുണ്ടായിരുന്നോ ഈ കോൺഗ്രസിന്റെ നേതാക്കൾക്ക്? സാറ് പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ചർച്ചയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല. കാരണം എന്ന് പറഞ്ഞാല് പെട്ടി കിടക്കുന്ന കാര്യമാണ്. പിന്നെ ഇതിനു മുമ്പൊരു സഹോദരൻ, ഈ കൃഷ്ണൻകുട്ടി എന്ന സഹോദരൻ പറയുണ്ടായി, പിരിച്ച് അതിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള ഒരു രീതിയിൽ കാശ് പിരിച്ച് മാറ്റുന്നതിന് വേണ്ടിയാണെന്ന് പറഞ്ഞു. സർക്കാരിന് ഔദ്യോഗികമായിട്ട് ജനങ്ങളെ ഏൽപ്പിച്ച പണമുണ്ടല്ലോ, അതിൽ എന്ത് നടപടി ഉണ്ടായെന്നൊന്നും അറിഞ്ഞാൽ കൊള്ളാം. 750-800 കോടി ഒരുപാട് അടുത്ത് സർക്കാരിന് ജനങ്ങൾ ഇട്ടുകൊടുത്തുണ്ടോ? ദുരിതാശ്വാസ ഫണ്ടിലേക്ക് മുഖ്യമന്ത്രിയുടെ പേരിൽ. അതിന് ഇതുവരെ ഒരു പരിഹാരമായിട്ടില്ലല്ലോ. കാരണം സർക്കാരല്ലേ യുദ്ധാടിസ്ഥാനത്തിൽ ചെയ്യേണ്ടത്. എന്നിട്ട് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവരുടെ കുറവുകളെ ഇവർ മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഇവർ ചെയ്യാൻ കഴിയാത്തത്. മനസ്സിലായില്ല? 2 കൊല്ലം 1 കൊല്ലം മുകളിലെ പൈസ കയ്യിൽ വെച്ചോണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷയം അതല്ല. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനത് ആ സഹോദരൻ പറഞ്ഞതിനൊരു മറുപടി പറഞ്ഞാണ്. സാർ അതങ്ങനെ കണ്ടാൽ മതി. വിഷയത്തിലേക്ക് വരാം. ഈ കോൺഗ്രസ് പ്രസ്ഥാനം എന്നുള്ളത് നശിച്ച് നാരായണക്കല്ലായിട്ടും കുറെ അണികള് പഠിച്ചിട്ടില്ല. എങ്ങനെയെങ്കിലും ഒന്ന് അധികാരത്തിൽ വന്ന് നിലനിൽപ്പുണ്ടാക്കുക എന്നുള്ളതല്ലാതെ ഇപ്പോഴേ എന്താ പറയാ, കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ മുഖ്യമന്ത്രി പദത്തിന് പങ്കിട്ടാണ് തോറ്റുപോയി.
ഇതുപോലെ ശരി, നാണക്കേട് എന്തായാലും വേറെ താങ്കളുടെ ഉണ്ടാവും. അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായ വിമർശനങ്ങളും അതോടൊപ്പം തന്നെ അഭിപ്രായങ്ങളും ഒക്കെയാണ് ഉണ്ടായത്. ചുരുക്കം ചിലരെങ്കിലും ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല, മുഖ്യമന്ത്രി എന്ന വാക്ക് ഉപയോഗിക്കാത്തത് കൊണ്ട് അങ്ങനെ ഒരു തർക്കമൊന്നുമില്ല, ഇതൊക്കെ മറ്റുള്ളവർ ഉണ്ടാക്കുന്നതാണ് എന്നൊക്കെ വാദിച്ച ആളുകളും ഒക്കെ ഉണ്ട്. ഓരോരുത്തർക്കും അവരുടേതായ രീതിയിൽ അത്തരം വാദങ്ങളോ ന്യായീകരണങ്ങളോ ഒക്കെ കണ്ടെത്താം. അതിന് ഒരു പാർട്ടിക്കാരും അതിൽ മോശക്കാരൊന്നുമല്ല, അതുകൊണ്ട് ഇവരെ മാത്രമായി അക്കാര്യത്തിൽ ഒന്നും കുറ്റം പറയാനുമില്ല. എന്തായാലും ഈ വിഷയത്തിൽ ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടത് ഈ ഒരു ഘട്ടത്തിൽ വോട്ടെണ്ണുന്നതിന് മുമ്പ് ഇത്തരം ഒരു ചർച്ച, മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി ഒരു ചർച്ച നടത്തിയാൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പരോക്ഷമായിട്ടെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അത് വിവാദമാകുമെന്നും പാർട്ടിക്ക് നാണക്കേടാകുമെന്നും ആ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത ആയിരക്കണക്കിന് വരുന്ന സാധാരണക്കാരായ പ്രവർത്തകർക്ക് നാളെ നാട്ടിലിറങ്ങുമ്പോൾ അവരോട് നാട്ടുകാർ ചോദിക്കുന്നതിന് മറുപടിയില്ലാതെ നിന്നു പോകുന്നതൊക്കെ തിരിച്ചറിയാൻ കഴിയാത്തവരല്ല ഇതിൻ്റെ നേതാക്കൾ. അത് തിരിച്ചറിഞ്ഞിട്ടും വീണ്ടും ഇത്തരം പാർട്ടിയെ നാണം കെടുത്തുന്ന, പാർട്ടി പ്രവർത്തകരെ നാണം കെടുത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന നേതാക്കൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം എന്നുള്ള മട്ടിൽ തന്നെയായിരുന്നു അഭിപ്രായങ്ങൾ. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.